മൂർഖദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധോ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗും ഗുരുഭ്യോ നമഃ. ഹസ്തീന്ദ്രാനനമിന്ദുചൂടമരുണച്ഛായം നൃനേത്രം രസാദാശ്ലിഷ്ടം പ്രിയയാ സപത്മകരയാ സ്വംഗസ്തയാ സന്തതം. ബീജാപൂരഗതാ ധനുസ്ത്രിശിഖയുക് ചക്രാബ്ജപാശോൽപലവ്രീഹഗ്രം സുവിഷാണരത്നകലശാൻ ഹസ്തൈർവഹന്തിം ഭജേയംഗം. ഗണപതയേ നമഃ. ബാലരിവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശ്യോ മേ. അരുണകിരണജാലേ രഞ്ജിതാ സാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാമീ. ജാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേ. ഭദ്രകാളീ നമോസ്തുതേ. കാളി കാളി മഹാകാളീ ഭദ്രകാളീ നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായേ നമോ. ഓം നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ നമോ. ഓം നമഃ ശിവായ ശിവായൈ നമോ. ഓം നമഃ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമഃ സംഘർഷണായ ച. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ദശാവതാരങ്ങളിൽപ്പെട്ടതല്ല എങ്കിൽ കൂടി പൃഥുവിനെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി ഗണിച്ചുകൊണ്ട് നാം വായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സർവശക്തഭാവം അദ്ദേഹത്തിൽ നാം കാണുന്നുണ്ട്. അദ്ദേഹം അവതരിച്ചത് തന്നെ ഭൂമിയുടെ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരുടെ ഗുണദോഷങ്ങളാണ് ഐശ്വര്യമായാലും ഐശ്വര്യക്കേടായാലും ഇവിടെ ഉണ്ടാക്കുന്നത്. ഭരിക്കുന്ന രാജാവ് തേജസ്സുറ്റ സർവദേവമയോ നൃപ എന്ന് വേനൻ പറഞ്ഞത് അഹങ്കാരത്തോടു കൂടിയാണ്. അയാളെ എല്ലാവരും ആദരിക്കണമെന്ന് പറഞ്ഞാണ്. പക്ഷേ സർവദേവമയോ നൃപ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് ദേവന്മാരുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉൾക്കൊണ്ടുള്ള ഒരു ശരീരമാണ് നൃപൻ്റെ ശരീരം. അപ്പോൾ രാജാവ് രഞ്ജിപ്പിക്കുന്നവനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അധ്യായത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു. അതേപോലെ തന്നെ രഞ്ജിപ്പിക്കുന്ന, രമിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന, കൊഴുപ്പിക്കുന്ന എല്ലാ തരത്തിലും എപ്പോഴും എന്തെന്നില്ലാത്ത ആത്മനിർവൃതി
ലഭ്യമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നവനാണ് രാജാവ്. അവിടെ ഇവിടെ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയുടെ അല്ലെങ്കിൽ രാജശ്രേഷ്ഠൻ്റെ ആ ഉൽപ്പത്തി തന്നെ പരിശോധിച്ചാൽ അറിയാം എപ്രകാരമാണോ ഒരു രാജാവ് രാജാവായി തീരുന്നത് എന്ന്. നിഷാദഭാവത്തെ കളഞ്ഞതിന് ശേഷം, ആ പ്രയോഗം ശ്രദ്ധിക്കുക, നിഷാദഭാവത്തെ കളഞ്ഞതിന് ശേഷം. പാലാഴിമഥനം വരുമ്പോൾ ഇക്കാര്യം ഒന്നുകൂടി വ്യക്തമാകും. ആദ്യം ചാടി വരുന്നത് വിഷമം. അപ്പോൾ വിഷം എന്ന് പറയുന്നത് ഏതൊരു മഥനത്തിലും സംഭവിക്കുന്ന ആദ്യത്തെ പ്രവൃത്തിയാണ്, അഥവാ ഫലമാണ്. തിക്തമായിട്ടുള്ള അനുഭവം എന്ന് പറയാം. വളരെ ദോഷകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കുക ഈ മഥനവേളയിൽ ആദ്യം ഉണ്ടാകുന്നു എന്ന്. ഇത് പലപ്പോഴും ശ്രദ്ധിക്കേണ്ടൊരു വിഷയമാണ്. അത് സെൻഷ്വലോ ആകാം, പ്രാപഞ്ചികമോ അല്ലെങ്കിൽ ലൈംഗികമോ ആയിട്ടുള്ള ആ വികാരങ്ങളുടെ ഉൽപ്പത്തി അത് വാസ്തവത്തിൽ ഒരു നിഷാദഭാവം, കറുത്തിരുണ്ട ഒരു താമസ സ്വരൂപം, അജ്ഞാനത്തിൻ്റെ ആധിക്യം കൊണ്ട് നമ്മളെല്ലാവരും നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതാണ് വേനൻ്റെ കഥ. ആ വേനൻ്റെ ശരീരത്തിൽ ദുഷ്ടമായിരിക്കുന്ന ശക്തിയെ കടഞ്ഞ് അതിനെ ഇല്ലാതെയാക്കിയിട്ട് സൃഷ്ടിക്കുന്നതാണ് പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ഭാവം. ശരീരം ഒന്നേ ഉള്ളൂ, അത് ഈശ്വര ശരീരം. ആ ഈശ്വര ശരീരത്തെയാണ് വാസ്തവത്തിൽ നാം പുരുഷസൂക്തം കൊണ്ട് സ്തുതിക്കുന്നത്. ശരീരമില്ലാത്ത ഈശ്വരൻ ശരീരം എടുക്കുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ സർവ ജീവജാലങ്ങളിലൂടെയും ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം എന്ന് പറയുന്ന രീതിയിൽ വാസുദേവനായതുകൊണ്ട് സർവത്ര വസിക്കുന്ന ആ വാസുദേവൻ്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് അത്രമാത്രം ശക്തമായിരിക്കുന്ന ദേവശരീരം തന്നെ അത് ഉടലെടുക്കുക എന്ന് പറയുന്ന രീതിയിൽ വരുമ്പോൾ നാം എല്ലാവരും ജനിക്കുന്നു. ഭഗവാന്റെ അവതാരമായിട്ട് പറയും. ഏതായാലും ഈ വാസുദേവ ശബ്ദം നമ്മെ പഠിപ്പിക്കുന്ന പോലെ സർവത്ര വസിക്കുന്ന വാസുദേവൻ്റെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ശരീരം അത് നൃപശരീരമാകുന്നത് അതിൽ ദുഷ്ടഭാവത്തെയെല്ലാം തന്നെ നിർമ്മാർജ്ജനം ചെയ്യുമ്പോഴാണ്, ദുഷ്ടഭാവത്തെ കളഞ്ഞ് എടുക്കുമ്പോഴാണ്. അപ്പോൾ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പുത്രകാമേഷ്ടി നടത്തി നല്ലതേ വരാവൂ. പുത്രകാമേഷ്ടി നടത്തിയിട്ട് ഒരു പുത്രൻ ജനിക്കുമ്പോൾ ആ പുത്രൻ കേമനായിരിക്കണം, എല്ലാ തരത്തിലും യോഗ്യനായിരിക്കണം, ശ്രീരാമനെ പോലെ ഇരിക്കണം, അല്ലെങ്കിൽ ആ ലക്ഷ്മണൻ പോലെയോ അല്ലെങ്കിൽ ഭരതനെ പോലെയോ ശത്രുഘ്നെ പോലെയോ ആയിരിക്കണം. അതേ രീതിയിലായിരിക്കണം പുത്രകാമേഷ്ടിയിലൂടെ ജനിക്കുന്ന ഒരു കുട്ടി. പ്രത്യേകിച്ച് ഇവിടെ പുത്രകാമേഷ്ടി നടത്തിയത് അങ്കനാണ്. അങ്കൻ എന്ന് പറഞ്ഞാൽ ദൈവാധീനം വളരെയേറെയുള്ളൊരു വ്യക്തി, ആത്മീയമായിട്ട് സാധനാ സമ്പന്നനായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹം നടത്തിയ പുത്രകാമേഷ്ടിയിൽ ദുഷ്ടനായിട്ടുള്ളൊരു സന്തതി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ സ്വഭാവം അതാണ് സ്വഭാവം. ആദ്യം നമ്മളിൽ ഉണ്ടാകുന്ന സംസ്കൃതമല്ലാത്ത, സംസ്കരിക്കപ്പെടാത്ത ഏറ്റവും മോശമായ നിഷാദഭാവം അഥവാ കാട്ടാളത്തം. ഇത് നല്ലപോലെ നമ്മൾ ചിന്തിച്ചുറപ്പിക്കണം. നമ്മളെല്ലാവരും ജനിച്ചു വീഴുമ്പോൾ വേനന്മാരാണ്. ആ വേനമനോഭാവം അല്ലെങ്കിൽ വേനൻ്റേതായിട്ടുള്ള ഭാവമെല്ലാം തന്നെ കളഞ്ഞിട്ടാണ് നാം ഈ പറയുന്ന പൃഥുവിൻ്റെ ഭാവത്തിലേക്ക് വരുന്നത്. ആ പൃഥുവിനെ പറ്റി വർണ്ണിക്കുന്ന ഈ 16-ാമത്തെ അധ്യായത്തിൽ നാം എല്ലാ തരത്തിലും കാണുന്ന രംഗങ്ങളൊന്ന് നോക്കൂ, വളരെ രസകരമാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്നത് അവ്യക്തവർമ്മൈഷ നിഗൂഢകാര്യോ ഗംഭീരവേദ ഉപഗുപ്തവിത്ത അനന്തമഹജ്ഞഗുണൈകഥമ പൃഥുപ്രചേത ഇവ സംവൃതാത്മാ ദുരാസദോ ദുർവിഷഃ ആസന്നോപി വിദൂരവത് നൈവാഭിഭവിതം ശക്യോ വേനാരുണ്യഭ്യുതോ അനല. അപ്പോൾ വേനനാകുന്ന ഈ അരണിക്കോലുകൾ കടഞ്ഞ് അതിൽ നിന്ന് എടുത്ത അഗ്നി എന്ന് പറയുന്ന തേജസ്സുറ്റ ഒരു ഭാവമാണ് ഈ പറയുന്ന അതിസുന്ദരനായിരിക്കുന്ന നൃപൻ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി. അന്തർബഹിശ്ച ഭൂതാനാം പശ്യൻ കർമാണി ചാരണൈ ഉദാസീന യുവാധ്യക്ഷോ വായുരാത്മേവദീഹിനാം നാദണ്യം ദണ്ഡയത്യഷ സുതം ആത്മദ്വിഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്യം ധർമ്മപതി സ്ഥിത അസ്യ പ്രതിഹതം ചക്രം പൃഥോ രാമാനസാജലാത് വർത്തതേ ഭഗവാനോ യാവത്തപതീ ഗോഗണൈ രഞ്ജയിഷ്യതി യല്ലോകം അയമാത്മവിചേഷ്ടിതൈ അധം അധാമുമാഹുരാജാനം മനോരഞ്ജനകൈ പ്രജാ. എത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാവമാണ് ഇദ്ദേഹത്തിൽ ആരോപിതമെന്ന് നോക്കൂ.
ആ ഭാഗം മലയാളീകരിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാനായിട്ട് ശ്രമിച്ചു. അത് വളരെ രസകരമായിരിക്കുന്ന ഒരു സംഗതിയായിട്ട് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പം ഏതായാലും അദ്ദേഹത്തെപ്പറ്റി പറയുന്ന ആ ഭാഗം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ആ ഭാഗം, നമ്മളെല്ലാവരും തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ട ആ ഭാഗം ഒന്നുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം കടന്നു പോകാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ മലയാളീകരണം, ഇദ്ദേഹം ധർമ്മത്തിൻ്റെ പ്രതീകമാണെന്നെല്ലാം തന്നെ പറഞ്ഞു. ധർമ്മം നടത്താനും നടപ്പാക്കാനും അത്തരത്തിൽ ധർമ്മത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ് എന്നെല്ലാം പറഞ്ഞ് ഇദ്ദേഹത്തെപ്പറ്റി നേരത്തെ സൂചിപ്പിച്ച പോലെ ആ 10ാമത്തെ ആ ശ്ലോകം മുതൽ ഗൂഢം സ്വകാര്യം നിജമാർഗവും സംഗുപ്തം ധനം കർമ്മമഗാധമീ വിധം ചരിപ്പൂയാതപ്പതി പോൽ നിഗൂഢമീ അനന്തമഹാത്മ്യ ഗുണൈകഭാജനം. ഇദ്ദേഹത്തിൽ എല്ലാ ഗുണങ്ങളുടെയും വിളനിലമാണ്, ഗൂഢമാണ്. അതുപോലെ തന്നെ നിജമാർഗം, ഇദ്ദേഹത്തിൻ്റെ മാർഗമെല്ലാം തന്നെ ആർക്കും അങ്ങനെ പിടികിട്ടുന്നതല്ല, അത്രമാത്രം ഗുപ്തമായിരിക്കുന്ന എല്ലാ തരത്തിലും, കർമ്മം മാത്രമല്ല ജ്ഞാനമായാലും അദ്ദേഹത്തിൻ്റെ ആ ചര്യകളായാലും ഇതെല്ലാം തന്നെ വളരെയേറെ ഗുപ്തം, ഗോപ്യം. എന്നിട്ടോ ഈ പറയുന്ന രീതിയിൽ ചാരത്തും ദൂരസംസ്ഥൻ പോൽ ദുർഗമൻ വീരദുസ്സഹൻ അദൃശ്യൻ തേജസ്സുമാണീവേനാരുണ്യധിതാനലൻ. ചാരരാൽ സർവഭൂതാന്തർബഹീകർമ്മങ്ങൾ കണ്ടിലും വായുപോൽ നിസ്സംഗനായി ചരിപ്പൂ സർവസാക്ഷിയായി. അനലനെ പോലെ പറഞ്ഞു, അഗ്നിയെ പോലെയാണ്. അപ്പോൾ തൻ്റെ അടുത്തേക്ക് വരുന്നവരെ എന്ന് മാത്രമല്ല തൻ്റെ നാട്ടിൽ എല്ലാവരെയും അഗ്നിക്ക് സമാനം ശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തിത്വം. അനലൻ, അഗ്നി. 24 ഗുരുക്കന്മാരിൽ നാം അഗ്നിയെ കാണുമ്പോഴും ഇതേ ഭാവമാണ്. ഗുരുവായിട്ട് അഗ്നി വന്നു എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ നിന്ന് എപ്രകാരം നമ്മുടെ പ്രപഞ്ചത്തെയും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെയും എല്ലാവരെയും എങ്ങനെ ശുദ്ധീകരിക്കണമെന്ന് അഗ്നിയിലൂടെ പഠിച്ചു എന്ന് വേണം കരുതാൻ. അതേ രീതിയിൽ അദ്ദേഹം അഗ്നിയാണ്. രണ്ടാമത് വായുവാണ്. അപ്പോൾ വായു പോൽ നിസ്സംഗനായി ചരിപ്പൂ സർവസാക്ഷിയായി. എപ്രകാരമാണോ ഈ പറയുന്ന ദുർഗന്ധം വഹിച്ചുകൊണ്ട് കുറേ ദൂരം പോവും, ആ ദുർഗന്ധമെല്ലാം തന്നെ വിട്ടുപോകും. അതുപോലെ സുഗന്ധം വഹിച്ചുകൊണ്ട് പോകും, സുഗന്ധവും വിട്ടുപോകും. യാതൊരു ഗന്ധവുമില്ലാത്ത ഈ വായു, യാതൊരു ഗന്ധവും വായുവിനില്ല. പക്ഷേ ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരോ ഗന്ധവും പേറിക്കൊണ്ടു പോകുന്ന ഇദ്ദേഹം നിസ്സംഗനാണ്. യാതൊരു പറ്റുമില്ലാത്ത രീതിയിൽ ഈ ഗന്ധത്തെ ഇങ്ങനെ ചുവന്നുകൊണ്ട് കിടക്കുകയാണെന്ന്. ഈ യാതൊരു ഗന്ധവുമില്ലാത്ത വായു ഭഗവാൻ അഥവാ വായു എന്ന് പറയുന്ന മഹാഭൂതം അതുപോലെ നിസ്സംഗനാണ്. അഗ്നിയെപ്പോലെ ശുദ്ധീകരണ പ്രവണതയുള്ള ഈ രാജശ്രേഷ്ഠൻ. അതണ്ട്യനെങ്കിൽ ശിക്ഷിക്കും ശത്രുപുത്രനെ എന്നത്. അതുപോലെ ശിക്ഷിപ്പൂ ദണ്ഡ്യനാം പുത്രനെയും ഈ ധർമ്മസംസ്ഥിതൻ. ആരെന്ന് നോക്കാറില്ല. ശത്രുവാകട്ടെ മിത്രമാകട്ടെ, നീതിക്ക് നിരക്കാത്ത തെറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കുന്ന, വാസ്തവത്തിൽ പക്ഷപാത രഹിതനായ ഒരു വ്യക്തിത്വം. പ്രിജുഡീഷ്യൽ അല്ല, ജുഡീഷ്യൽ. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തിയായിരുന്നു ഈ രാജാവ്. ഭഗവാൻ സൂര്യൻ എങ്ങോളം വെളിച്ചം നൽകി മിന്നുമോ അമ്മാനസാദ്രിയോളം തച്ചക്രം എത്തുവനാഹതം. സൂര്യനെ പോലെയാണ്. അപ്പോൾ എന്തെല്ലാമാണ് ഇദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ? സൂര്യനെ പോലെ എല്ലായിടത്തും ഒരേപോലെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ കാറ്റിനെ പോലെ വായുവിനെ പോലെ നിസ്സംഗനായിട്ട്, അഗ്നിയെപ്പോലെ ശുദ്ധീകരണം നടത്തിക്കൊണ്ട്, മനോരഞ്ജകമം ആത്മചേഷ്ടിതത്താൽ ജഗത്തിനെ രഞ്ജിപ്പിക്കുവാൻ ചൊല്ലൂ രാജാവായി ഇവനജ്ജനം. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ആർക്കും മനോവിഷമങ്ങളില്ല. എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് രമിപ്പിച്ചുകൊണ്ട് സ്വാദിഷ്ടമായിട്ടുള്ള ജീവിതമാണ് എല്ലാവർക്കും. അപ്പോൾ വാസ്തവത്തിൽ ദുഃഖം എന്ന് പറയുന്ന തൊട്ടുതെറിക്കാത്ത രീതിയിൽ പ്രജാക്ഷേമതൽപരനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം എങ്ങനെ ആയിരിക്കുമെന്നെല്ലാം തന്നെ ഇങ്ങനെ സ്തുതിക്കുക. ദൃഢവ്രതൻ സത്യസന്ധൻ ബ്രഹ്മണ്യൻ വൃദ്ധസേവകൻ ദയാലു മാനതൻ സർവഭൂതാശ്രയനുമാണിവൻ. ഇനി ഇതിനേക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത്? ദൃഢവ്രതനാണ്. ഭീഷ്മപിതാമഹനെ പോലെ എന്തെങ്കിലും പ്രതിജ്ഞ എടുത്താൽ അത് നടത്തിയിരിക്കൂ. അതേ രീതി സത്യസന്ധനാണ്. തൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് നിർവഹിക്കുന്നവരായ ശ്രേഷ്ഠൻ, ബ്രഹ്മണ്യൻ. അപ്പോൾ ഈശ്വരൻ അല്ലെങ്കിൽ അത്രമാത്രം ദൈവാധീനമുള്ള അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം മുറ്റുകേൾക്കുന്ന, വൃദ്ധന്മാരെ സേവിക്കുന്ന. വൃദ്ധൻ എന്നുള്ള പല പല അർത്ഥ തലങ്ങളുണ്ട്. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വയസ്സായവനെന്ന് മാത്രമല്ല, വിദ്യ പാരംഗതനായിട്ടുള്ള വ്യക്തിയും വൃദ്ധനാണ്. അമാവാസി കഴിഞ്ഞാൽ എപ്രകാരമാണോ ഓരോ ദിവസവും ചന്ദ്രൻ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വൃദ്ധിയുടെ പരമകാഷ്ഠയിൽ
പൗർണമി ദിനത്തിൽ പൂർണ്ണചന്ദ്രനായി മാറുന്നത് അതാണ് വൃദ്ധി, അതാണ് വൃദ്ധൻ്റെ ലക്ഷണം. അപ്പോൾ കലകളെല്ലാം തന്നെ വർദ്ധിച്ചുകൊണ്ട് ബുദ്ധിയുടെ എല്ലാത്തരം ആ വിശിഷ്ട ഭാവങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് വൃദ്ധൻ. അപ്പോൾ വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വയസ്സുകൊണ്ടല്ല, വയസ്സുകൊണ്ടും വൃദ്ധനാകാം, പക്ഷെ അതിനേക്കാൾ മറ്റ് ഇതര കാര്യങ്ങൾ കൊണ്ടും നമുക്ക് വൃദ്ധനാകാൻ സാധിക്കുമെന്ന് ഇങ്ങനെയെല്ലാം തന്നെ വർണ്ണിച്ചുകൊണ്ടാണ് മുന്നോട്ട് ഈ പറയുന്ന 16-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന പൃഥു എന്ന് പറയുന്ന ആ രാജശ്രേഷ്ഠനെ ഒന്നുകൂടി പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അമ്മയെപ്പോൽ പരസ്ത്രീയെ, സ്വാർത്ഥാംഗം പോൽ സ്വപത്നിയെ, മക്കളെപ്പോൽ പ്രജകളെ, സ്നേഹിപ്പോൻ ബ്രാഹ്മണാനുകൻ. ബ്രാഹ്മണന്മാരോട് പ്രീതിയുള്ളവൻ. ഈ ബ്രാഹ്മണന്മാരോട് പ്രീതി പണ്ട് രാജാക്കന്മാർക്കുണ്ടായിരുന്നു. കാരണം ബ്രാഹ്മണന്മാരാണ് നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ നട്ടെല്ല്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരുടേതായിട്ടുള്ള ആ വേദാംഗങ്ങളുടെ എല്ലാം പഠനവും അതിൻ്റെ പാഠനവും പഠിപ്പിക്കലും ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടൊരു സംസ്കാരം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കി തന്നവരാണ്. ഇടക്കാലത്തൊക്കെ സൂക്ഷിച്ചു പോയി എങ്കിൽ കൂടി. അപ്പോൾ ഇത്തരത്തിൽ അവരുടേതായിട്ടുള്ള സേവനമെല്ലാം തന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ ബ്രാഹ്മണ പ്രീതി, അവരോടെന്തെന്നില്ലാത്ത പ്രേമവും വച്ചു പുലർത്തുന്ന രാജാവ് അമ്മയെപ്പോൽ പരസ്ത്രീയെ കാണും. അതുപോലെ സ്വാർത്ഥംഗം പോൽ സ്വപത്നിയെ, ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിച്ച് മക്കളെപ്പോൾ പ്രജകളെ എല്ലാം തന്നെ തൻ്റെ മക്കളെപ്പോലെ കരുതുന്ന രാജാവ്. അതും എത്രമാത്രം ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണെന്ന് നോക്കൂ. ഇന്നത്തെ ഭരണകർത്താക്കൾക്ക് അതില്ല. ഇന്നത്തെ ഭരണകർത്താക്കൾക്ക് എങ്ങനെയെങ്കിലും ഭരിക്കണം, അല്ലെങ്കിൽ നാട് മുടിഞ്ഞാലും കുഴപ്പമില്ല, ഭരിച്ച് അത്തരത്തിൽ ഭരിച്ചു എന്നുള്ള ക്രെഡിറ്റ് ഉണ്ടാക്കണമെന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു ചിന്തയുമില്ല. നാടിൻ്റെ ശ്രേയസ് കുണ്ടും കുഴിയുമായിട്ട് കിടക്കുന്ന സ്ഥലമൊക്കെ അങ്ങനെ തന്നെ കിടന്നാലും വിരോധമില്ല. ചപ്പും ചവറുമെല്ലാം തന്നെ കിടന്നാലും യാതൊരു വിരോധവുമില്ല. ജനങ്ങളെല്ലാം തന്നെ മദ്യപിച്ച് വഴിയിൽ കിടന്നാലും മരിച്ചാലും വിരോധമില്ല. സംസ്കാരം എന്ന് പറയുന്ന തീണ്ടിയിട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ രീതി. ഇതൊന്നും അല്ല പൃഥുവിൻ്റെ അമ്മയെപ്പോൽ പരസ്ത്രീയെ, സ്വാർത്ഥാംഗം പോൽ സ്വപത്നിയെ, മക്കളെപ്പോൽ പ്രജകളെ, സ്നേഹിപ്പോൻ ബ്രാഹ്മണാനുകൻ, ആത്മപ്രിയൻ പ്രാണികൾക്ക്, സുഹൃത്തുക്കൾക്ക് സൗഖ്യവാൻ, ദുഷ്ടർക്ക് അന്ധകൻ, ആത്മജ്ഞ സംഘകാരിയുമാം ഇവൻ. വളരെയേറെ എപ്രകാരമാണ് ഈ വ്യക്തി നാട് ഭരിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കുന്നു പ്രജകളുടെ കാര്യം, എങ്ങനെയാണ് പ്രജകളും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് വാസ്തവത്തിൽ ജനങ്ങളെ പേടിച്ച് ഭരിക്കുന്ന ഭരണകർത്താക്കളാണ്. അവർ വാസ്തവത്തിൽ എന്തെല്ലാം ചെയ്യുമെന്ന് പേടിച്ചുകൊണ്ടാണ് യാത്ര തന്നെ. എന്തെല്ലാം സന്നാഹങ്ങളാണ്. അപ്പോൾ അതൊന്നും കൂടാതെ പണ്ട് നിങ്ങൾ കേട്ട് കാണും, ശക്തൻ തമ്പുരാൻ രാത്രിയിൽ ഒറ്റയ്ക്ക് വേഷപ്രച്ഛന്നനായിട്ട് തൻ്റെ നാട്ടിൽ മുഴുവൻ നടക്കുമെന്നാണ്. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രഹസ്യ ചാരന്മാരുടെ അതിലൂടെയുള്ള ആ വർത്തമാനം മാത്രം പോരാ, തന്നെ നേരിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുന്നൊരു സമ്പ്രദായം. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാരെ പറ്റി വളരെയേറെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു പ്രത്യേക ശ്രേഷ്ഠത ഇവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെയാണ് പൃഥു. അവിദ്യയാൽ കൽപ്പിതമീ പ്രതീതമാം, ആധ്യാത്മികമായിട്ടും അവർ വളർന്നവരാണ്. ഈ പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ പ്രതീതമാണ്, തോന്നലാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ അവിദ്യ കൊണ്ട്, മായ കൊണ്ട് കൽപ്പിതമാണ് ഈ പറയുന്ന പ്രപഞ്ചം. അതെല്ലാം വേദാന്ത ദൃഷ്ടിയാണ്. അപ്പോൾ രാജാക്കന്മാർ വെറും നിസ്സാരക്കാരല്ല. നമ്മുടെ തിരുവിതാംകൂർ രാജാവ് ചിത്രതിരുനാളിനെ പോലെ തന്നെ സ്വാതിരുനാളായാലും അതുപോലെ അവരുടെ മുൻഗാമികളായാലും എല്ലാവരും ബഹുഭാഷാ പണ്ഡിതൻ മാത്രമല്ല, സർവജ്ഞന്മാർ. അത്രമാത്രം പഠന സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. അത്രമാത്രം എന്തെന്നില്ലാത്ത കലാ സൗകുമാര്യമി എന്ന രീതിയിലുള്ള ജീവിതം അവർക്കുണ്ടായിരുന്നു. സംഗീത സാമ്രാട്ടായിരുന്നില്ലേ നമ്മുടെ സ്വാതിരുനാൾ? അതുപോലെ എല്ലാ കലാവിരുതും എല്ലാം അവർക്കുണ്ടായിരുന്ന വിദ്യയുടെ അങ്ങേയറ്റത്തൊരവസ്ഥ അവരാർജിച്ചിരുന്നു എന്ന്. ഇതെല്ലാം തന്നെ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണം. ആത്മപ്രിയൻ പ്രാണികൾക്ക്, സുഹൃത്തുക്കൾക്ക് സൗഖ്യവാൻ, ദുഷ്ടർക്ക് അന്ധകൻ, ആത്മജ്ഞൻ അസംഗകാരിയുമാണിവൻ. അവിദ്യയാൽ കൽപ്പിതമീ പ്രതീതമാം പ്രപഞ്ച നാനാത്വവും ആരിലില്ലയോ, കൂടസ്ഥനാമിത്രിഗുണേശനവ്യയൻ, തന്നംശമായുള്ളവനീ നരാധിപൻ. അതുകൊണ്ടാണ് സർവദേവമയോ നൃപ എന്ന് പലയിടത്തും ഇങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കാൻ കാരണം. അപ്പോൾ ദേവന്മാരുടെ രീതിയിൽ എല്ലാ ദേവന്മാരും കൂടിക്കഴിഞ്ഞാൽ ഈശ്വരഭാവം. അങ്ങനെ ഒരു ഈശ്വരഭാവം കൂടസ്ഥനായ, അല്ലെങ്കിൽ ഈ കൂടസ്ഥൻ എന്ന് പറയുന്ന സാക്ഷാൽ ഈശ്വരൻ ത്രിഗുണേശനാണ്. ഈ 3 ഗുണങ്ങളുടെയും ഈശ്വരനാണ്. പക്ഷേ ഗുണാതീതനുമാണ്. ഇവിടെ പറഞ്ഞു പ്രപഞ്ചനാനാത്വവും
ആരിലില്ലയോ നാനാത്വം എന്ന് പറയുന്ന യാതൊന്നും ഏൽക്കാത്ത ഏകത്വം എന്ന് പറയുന്ന ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കൂടസ്ഥനായ ത്രിഗുണേശനായ ത്രിഗുണങ്ങളുടെയും സാത്വികരായ താമസ ഗുണങ്ങളുടെയും എല്ലാം തന്നെ അതീതമായിരിക്കുന്ന അവ്യയനായിരിക്കുന്ന തുരീയ ഭാവത്തിലിരിക്കുന്ന ആ ഈശ്വരൻ്റെ അംശമായ ഇവൻ വാസ്തവത്തിൽ ഈ നരാധിപൻ ശ്രേഷ്ഠനാണ്. ഇതെല്ലാം തന്നെ പറയുന്നത് എങ്ങനെയായിരിക്കണം ഒരു രാജാവ് എന്നാണ്, ഒരു ഭരണകർത്താവ്. ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നാട് വാസ്തവത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്തെല്ലാം വേണമെന്ന് ഈ രംഗത്ത് കാണാം. അതുല്യനീ വീരനൃപേന്ദ്രൻ ഉത്തമം രഥത്തിൽ വില്ലൊത്ത ദയാജലം മുതൽ ഭൂവാക നിത്യം രവിബിംബമെന്ന പോൽ പ്രദക്ഷിണം ചെയ്തിക കാക്കും ഉർവിയേ. ഈ ലോകത്തെ പാലിക്കാൻ ശക്തന ഒറ്റയ്ക്കൊരാളോ എന്നുള്ള മട്ടിലല്ല, ഇവിടെ നോക്കിയാലും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രകടമാണ്. കാരണം എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ നോട്ടം എത്തുന്നു എന്ന്, കണ്ണെത്തുന്നു. അപ്പോൾ എല്ലായിടത്തും തന്നെ നാട്ടിലും മുക്കിലും മൂലയിലും എല്ലാം തന്നെ ശ്രദ്ധ വച്ച് പുലർത്തിക്കൊണ്ടുള്ള ഒരു ഭരണകർത്താവ് അതായിരിക്കും ഈ പൃഥു എന്ന് കൂടി പറയുമ്പോൾ ഇതും നമ്മുടെ ഭരണകർത്താക്കൾ അറിയേണ്ട കാര്യമാണ്. എല്ലായിടത്തും ശ്രദ്ധ വേണം. തൻ്റെ തന്നെ പാർട്ടിക്കാരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുന്ന രീതി അതെല്ലാം തന്നെ പക്ഷപാതപൂർണ്ണമാണ്. അതൊന്നുമല്ല ഒരു ഭരണരീതി. അതുല്യനീ വീരനൃപേന്ദ്രൻ ഉത്തമം രഥത്തിൽ വില്ലൊത്ത ദയാജലം മുതൽ ഭൂവാകനിത്യം രവിബിംബമെന്ന പോൽ പ്രദക്ഷിണം ചെയ്തിഹ കാക്കും ഉർവിയെ. അതാതിടത്തിങ്കൽ നൃപാലർ ദിക്പരൊത്ത് വന്ന് നൽകും ബലി ആദരത്തോടും ചക്രായുധൻ താൻ ഇതി തൽപുരൻ പുരന്ധ്രിമാർ പുകഴ്ത്തുമീയാതി നൃപേന്ദ്രനത്തത. ദിക്പാലകന്മാരും എല്ലാവരും തന്നെ സ്തുതിക്കും. കാരണം എന്താ, ഈ രാജശ്രേഷ്ഠൻ നിസ്സാരനല്ല. ഇദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്ന സർവ്വചൈതന്യവും ദേവന്മാരുടെ ചൈതന്യമാണ്, എല്ലാ തരത്തിലും യോഗ്യനാണ് എന്ന്. ഇത് തന്നെയാണ് വേനൻ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ വീക്ഷണം മാറിപ്പോയി. ഞാനീ പറയുന്ന സർവ്വദേവമയനായിരിക്കുന്ന നൃപനാണ്, അതുകൊണ്ട് എന്നെ പൂജിക്കണം, ഞാനാണ് ഈ സർവാധികാരി സർവജ്ഞൻ, എന്നെ വിട്ടിട്ടൊരു ഈശ്വരനില്ല എന്നുള്ള മട്ടിലേക്കൊക്കെ പോയി. ഇത് വാസ്തവത്തിൽ സംഭവിക്കാവുന്ന ഒരു ചിന്താഗതിയുടെ കഥയാണ്. നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദത്തിലേക്ക് പോകാനിടയുണ്ട്. ഞാൻ ഈശ്വരനാണ്, പിന്നെന്ത് ഈശ്വരൻ? അങ്ങനെ നിരീശ്വരഭാവത്തിലേക്കും നാസ്തികമായിരിക്കുന്ന രീതിയിലേക്കും പോകാൻ ഉതകുന്ന ഒരു ആപ്തവാക്യം മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി വേണ്ട രീതിയിൽ നമ്മൾ ധരിച്ചില്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന ഏകാധിപതിയായിട്ട് മാറും, ഏകഛത്രാധിപതിയായിട്ട് മാറി മറ്റുള്ളവരെ എല്ലാവരെയും നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നവനാകും. ഒരു ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനാകും. കാരണം എന്താ, ഞാനാണ് അല്ല ഞാനാണ്. അത് അഹങ്കാരത്തിൻ്റെ ഒരു ഭാവവും ഭാഷയുമാണ്. നേരെ മറിച്ച് അതല്ല അഹം ബ്രഹ്മാസ്മി. എൻ്റെ ഉള്ളിൽ കൂടി കൊള്ളുന്ന കൂടസ്ഥനായിരിക്കുന്ന ഈശ്വരനെ മനസ്സിലാക്കിക്കൊണ്ട് അതാണ് ഞാൻ എന്ന് എന്നെപ്പറ്റി പറയുമ്പോൾ നിന്നെപ്പറ്റിയും അത് തന്നെയാണ്, എല്ലാവരെ പറ്റിയും അത് തന്നെയാണ് എന്നല്ല, കൃമികീടങ്ങളെപ്പറ്റിയും ചിന്തിക്കുന്ന തരത്തിലാണ്. അവിടെ വേറുകൂറില്ലാതെ എല്ലായിടത്തും കുടികൊള്ളുന്ന ഈശ്വരൻ തന്നെ ഞാനെന്ന് പറയുമ്പോൾ എല്ലായിടത്തും സർവം ഖല്ലിതം ബ്രഹ്മ എന്നുള്ള ഭാവത്തിലേക്ക് കൂടി കടക്കുമ്പോഴാണ് സർവാത്മഭാവം. അതാണ് നമുക്ക് വേണ്ടത്. അത് വേനനുണ്ടായില്ല, അതാണ് അയാളിലുണ്ടായ ദുഷ്ടത. അപ്പം ആരെല്ലാം തന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് വേണ്ടാത്ത രീതിയിൽ ധരിച്ചുകൊണ്ട് അപകടം എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നത് അതില്ലാതെയാകണം. ആ വേനനെ കൊന്നു അഹങ്കാരം കൊണ്ട്, എന്നിട്ട് തൽസ്ഥാനത്തേക്ക് ഇതാ വരുത്തിയിരിക്കുകയാണ് ഈശ്വരന് തുല്യം നമ്മളെല്ലാവരും തന്നെ പൂജിക്കുന്ന അവതാര സ്വരൂപമായ പൃഥു എന്ന് പറയുന്ന രാജാവ്. അതാതിടത്തിങ്കൽ നൃപാലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയഗ്നമിന്ദ്രൻ പടീവിൽ തലപ്പിനാൽ ശൈലങ്ങൾ ഭേദിച്ചു മഹീതലം തുലോം സമീകരിച്ച് ധരയെ കറന്ന് സംരക്ഷിക്കും ഈ നാടിനെ ഈ പ്രജേശ്വരൻ. ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യവും കൂടി അവർ സ്തുതിക്കുന്ന രംഗത്ത് പറഞ്ഞു, അയഗ്നം വിത്തൗട്ട് മച്ച് എഫർട്ട്. അപ്പം അയഗ്നം ഇന്ദ്രൻ പടി, ഇന്ദ്രനെ പോലെ വിൽ തലപ്പിനാൽ. അപ്പം വില്ലുമെല്ലാം വേണ്ടിയിട്ട് ആ വില്ലിൻ്റെ തലപ്പ് കൊണ്ട് മാത്രം ശൈലങ്ങൾ ഭേദിച്ച് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ അവിടെ ഇവിടെയൊക്കെ തല ഉയർത്തി നിൽക്കുന്ന കുന്നുകൾ അതിനെയെല്ലാം തന്നെ ഇങ്ങനെ എന്ത് ചെയ്യും, ഭേദിച്ച് മഹീതലം തുലം സമീകരിച്ച് ഈ ഭൂമിയുടെ ഉപരിതലമെല്ലാം തന്നെ വൃത്തികെട്ട രീതിയിൽ കുന്നും കുഴിയുമായിട്ട് കിടക്കുന്നതിനെ നമ്മൾ നല്ല രീതിയിൽ സമീകരിക്കും. ഇന്ന് നേരെ മറിച്ചാ, ഇന്ന് മുഴുവൻ സമതലമായിട്ട് കിടന്നതെല്ലാം തന്നെ കുന്നും കുഴിയാക്കിക്കൊണ്ടിരിക്കുക. എവിടെയെല്ലാം മണ്ണ് മാന്തിയെടുക്കാമോ അതൊക്കെ മാന്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ തരത്തിലും ഭൂമിയുടെ ഉപരിതലം അത് സമീകൃതമാക്കിക്കൊണ്ട് അത് സമതുലിതമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ഫലഭൂയിഷ്ടമായ ഒന്നാക്കി മാറ്റുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ്. ഇന്ന് നമ്മുടെ നാട് നമുക്കറിയാം, എല്ലായിടത്തും കുളം തോണ്ടിയിരിക്കുകയാണ്. കൃഷി ചെയ്യാൻ ഇടമില്ലാത്ത രീതിയിലേക്ക് കൃഷിയിടങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ കെട്ടിടങ്ങൾ പണിതുയർത്തി. അതാണ് ഏറ്റവും വലിയ നഷ്ടം നമുക്ക് സംഭവിച്ചിരിക്കുന്നത്.
പുരപണിയുന്നത് പുരയിടത്തിലാണെന്നുള്ള ബോധമില്ലാതെ അവിടെ നിലങ്ങളിൽ കൊണ്ടുപോയി പുരപണിയുകയും ഇപ്പോൾ വാസ്തവത്തിൽ അതിന് നമ്പറിടാത്ത രീതിയിലെല്ലാം തന്നെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇഷ്ടംപോലെ വന്നു കഴിഞ്ഞു. ചതുപ്പ് നിലങ്ങളെല്ലാം തന്നെ ഏതൊക്കെയോ രീതിയിൽ ഇങ്ങനെ വലിയ വലിയ സൗധങ്ങളെല്ലാം തന്നെ പടുത്തുയർത്തിക്കഴിഞ്ഞു. അവിടെ താമസിക്കുന്നവർക്ക് എന്തായിരിക്കും ഗതി എന്നറിയാമോ? ഗതികേടാണ്. അവരുടേതായിട്ടുള്ള ആയുസ്സിന് വാസ്തവത്തിൽ ഭംഗം സംഭവിച്ചിട്ട് അവർക്ക് ആരോഗ്യമില്ലാതെ ഇന്ന് കാണുന്ന ഈ കോലാഹലങ്ങൾക്കെല്ലാത്തിനും കാരണം എന്താ? ഭൂമിയെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാത്തതാണ്. ആ ഭൂമിയാണ് സത്യത്തിൽ വിളനിലമായ ശരീരം. അങ്ങോട്ടേക്ക് നമ്മൾ പതുക്കെ വരികയാണ്. അപ്പോൾ രണ്ട് കാര്യം ഒപ്പം നമ്മൾ സൈമൾട്ടേനിയസ്ലി ചിന്തിക്കേണ്ടത്, ഈ ഭൂമിയുടെ ഉപരിതലം നമ്മൾ സമീകരിക്കുമ്പോൾ അതിനെ സമതുലിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതേ രീതിയിൽ തന്നെ ശരീരം എന്ന് പറയുന്ന ഭൂമിയെ, അല്ലെങ്കിൽ വിളനിലത്തെ ക്ഷേത്രമെന്ന് ശരീരത്തെ പറയുമ്പോൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. അപ്പോൾ അതേ രീതിയിൽ അതിനെയെല്ലാം തന്നെ ഇങ്ങനെ കിളച്ചു മറിച്ച് അതിനെ ലെവലാക്കി വെള്ളം വന്ന് വീണിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ വെള്ളം കിട്ടുന്ന രീതിയിൽ അങ്ങനെയല്ല ഈ പറയുന്ന നിലം ഒരുക്കുക, കൃഷിസ്ഥലം, കൃഷിയിടം ഒരുക്കുക. അതേ രീതിയിൽ ശരീരത്തെയും ഇങ്ങനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുകൂടി ഒപ്പം ചിന്തിച്ചു കൊണ്ടുപോവുക. അയത്നം ഇന്ദ്രൻ പടി വിൽത്തലപ്പിനാൽ ശൈലങ്ങൾ ഭേദിച്ച് മഹീതലം തുലോം സമീകരിച്ച് ഈ ധരയെ കറന്ന് സംരക്ഷിക്കും ഈ നാടിനെ. ഈ പ്രജേശ്വരൻ ഈ ധരയെ കറന്ന്, ഭൂമിയുടെ പേരാണ് ധര, ധരണി, ധരിത്രി, ഇതെല്ലാം പര്യായ പദങ്ങളാണ്. അപ്പം ഈ ധര എന്ന് പറയുന്ന ഈ ഭൂമിയെ കറന്നെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെയും വാസ്തവത്തിൽ പശുവിനെ കറക്കുന്ന രീതി, അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പാല് ഊറ്റി എടുക്കുന്ന രീതി, എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള രീതി, ചൂഷണം ചെയ്യലും ആ പദമെല്ലാം തന്നെ ഇവിടെ പ്രായോഗികമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാം തന്നെ ചോർത്തിയെടുക്കുക. അങ്ങനെയാണല്ലോ മൈൻ എന്ന് പറയുന്ന സങ്കേതങ്ങളുണ്ടായത്. സ്വർണ്ണഖനികളായാലും ഇരുമ്പിൻ്റെ ആയാലും അങ്ങനെയുള്ള അസംസ്കൃതമായിട്ടുള്ള രീതിയിൽ കിടക്കുന്ന ലോഹപദാർത്ഥങ്ങളെയെല്ലാം തന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെ കുഴിച്ചെടുക്കുന്ന രീതി, കുഴിച്ചെടുക്കുക. ഇവിടെ കറന്ന് എന്ന് പറഞ്ഞു. സമീകരിച്ച് ധരയെ കറന്ന് സംരക്ഷിക്കും ഈ നാടിനെ ഈ പ്രജേശ്വരൻ. അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ സ്മരിച്ചുകൊണ്ട് പോയാൽ ഒന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ഭൂമിദേവിയെ ഞാൻ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചു. ഭൂമിദേവി പലപ്പോഴും മാറി അല്ലെങ്കിൽ കെട്ടുന്ന വേഷം പശുവിൻ്റെതാണ്. പശുവിൻ്റെ വേഷമാണ് ഇവൾക്ക് കെട്ടാൻ താല്പര്യം. പരീക്ഷത്തിൻ്റെ മുൻപിലും നാം കണ്ടു ഈ പറയുന്ന ഗോവേഷം. ഭൂമിയെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലിയുടേതായിട്ടുള്ള സാന്നിധ്യം കണ്ടു അദ്ദേഹം. എന്നിട്ടാണല്ലോ കലിയെ ആട്ടി ഓടിക്കാൻ വേണ്ടി അമ്പും വില്ലും ഏന്തിക്കൊണ്ട് പരീക്ഷിത്ത് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. ആ ഭാഗം ഓർക്കുന്നുണ്ടോ പ്രഥമസ്കന്ധത്തിൽ? അതേ രീതിയിൽ തന്നെ ഇവിടെ ധര എന്ന് പറയുന്ന എല്ലാം ധരിക്കുന്നവളാണ്. എല്ലാം ധരിക്കുന്നവൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാം ധരിക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ പേഴ്സീവ് ചെയ്യുന്നത്, ആംഗലേയ പദങ്ങൾ ഓരോന്നെടുത്തിട്ട് നോക്കൂ. പേഴ്സീവ് ചെയ്യുന്നത്, നല്ല രീതിയിൽ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ കൺസീവ് ചെയ്യുക, പേഴ്സീവ് ചെയ്യുക, ഇതെല്ലാം തന്നെ ധരിക്കുന്ന രീതിയാണ്. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ തരത്തിലും ധരിക്കുക എന്ന് പറഞ്ഞാൽ ഉടുക്കുക. അവിടെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഉടുപ്പ് ഇടുന്നത് ധരിക്കലാണ്. ശരീരത്തെ ധരിച്ചിരിക്കുന്ന ആരാണ് എന്ന് ഇപ്പോൾ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. കേൾക്കുന്നവരെല്ലാവരും തന്നെ പല നാളും പേരും ജാതിയും മതവും ഒക്കെ കൊണ്ട് നടക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും തന്നെ ധരിച്ചിരിക്കുന്നത് ഈ ശരീരത്തെയാണ്. അപ്പോൾ ധരിച്ചതാര? ആ ധരിച്ച ആ സൂക്ഷ്മതലത്തെയാണ് ചിന്തിക്കേണ്ടത്. അതാണ് ജീവൻ, അതാണ് പൃഥുവിൻ്റെ ജീവൻ, അതാണ് നമ്മുടെ ജീവൻ, ഓരോരുത്തരുടെയും ജീവൻ. നമ്മളെല്ലാവരും ധരിച്ചിരിക്കുകയാണ് കറുത്ത ശരീരം, വെളുത്ത ശരീരം, പൊക്കം കുറഞ്ഞ ശരീരം, മെലിഞ്ഞത്, തടിച്ചത്, ഇങ്ങനെയുള്ള വ്യത്യസ്ത ശരീരങ്ങൾ ധരിച്ചിരിക്കുകയാണ്, എടുത്തുടുത്തിരിക്കുക. അതാണ് ധരയുടെ പ്രത്യേകത. ധര എന്ന് പറഞ്ഞാൽ ധരണി, ധരിത്രി എന്നെല്ലാം പറയുന്ന പര്യായ പദങ്ങളുള്ള അമ്മ. ക്ഷമ എന്ന് പറയുന്ന ഭൂമിയെപ്പറ്റി പഠിക്കുമ്പോൾ ഈ ധര എന്ന് പറയുമ്പോൾ ധരിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി. എന്തെല്ലാമാണോ മനസ്സിലാക്കേണ്ടത് എല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളവൾ ധര. ധര എന്ന് പറയുന്നത് മാറിക്കഴിയുമ്പോൾ ധര, രാധ എന്നായി എന്നാണ് മറ്റൊരു പ്രയോഗം. ധര, രാധ. അത് ധാര എന്ന് പറഞ്ഞപ്പോൾ രാധ എന്നിങ്ങനെ ദീർഘമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എല്ലാ തരത്തിലും ധര എന്ന് പറഞ്ഞാൽ രാധയായ പോലെ, ധാര എന്ന് പറയുന്ന രാധ എന്ന് പറയുന്ന പോലെ ഇവിടെ ഭൂമി എന്ന് പറയുന്നത് രാധയെപ്പോലെയാണ്. ഭക്തിയുടെ ഒരു പ്രവാഹസ്ഥാനമാണ്, കർമ്മത്തിൻ്റെ ഒരു മണ്ഡലമാണ്, യജ്ഞത്തിൻ്റെ ഒരു തലമാണ്. ഇവിടെയാണ് എല്ലാം തന്നെ നടക്കേണ്ടത്. നല്ലൊരു വേദിയാണ്. അത്തരത്തിലുള്ള വേദിയാണ് ധര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ ഭൂമണ്ഡലം
എല്ലാം തന്നെ ധരിക്കുന്നു, അതിൽ എന്തെല്ലാം ഉണ്ട് എന്ന് ആർക്കും പറയാൻ നിവൃത്തിയില്ല. എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ധരയെയാണ് വാസ്തവത്തിൽ ഇവിടെ പശുവിൻ്റെ രൂപത്തിൽ കാണാനിരിക്കുന്നു. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അയന്ത്രമിന്ദ്രൻ പടി വിൽത്തലപ്പിനൽ ശൈലങ്ങൾ ഭേദിച്ചു മഹീതലം തുലോം സമീകരിച്ച ഈ ധരയെ കറന്ന് സംരക്ഷിക്കും ഈ നാടിനെ ഈ പ്രജേശ്വരൻ കറന്ന്. അപ്പോൾ ഭൂമിയിൽ നിന്ന് എന്തെല്ലാമാണോ നമ്മൾ കറന്നെടുക്കേണ്ടത് അത് മുഴുവൻ കറന്നെടുക്കാൻ അറിയാവുന്ന ഇയാൾ അതൊക്കെ കറന്നെടുത്ത് ഈ പ്രജകൾക്ക് പ്രദാനം ചെയ്യും എന്ന്. പശുവിനെ കറക്കാൻ നമ്മൾ ചെന്നാൽ അത് കാലിട്ട് തല്ലും, നമ്മളെ ചവിട്ടും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഉപദ്രവിക്കും. അങ്ങനെ എല്ലാവർക്കും ചെന്ന് അകട്ടിൽ തൊടാനൊന്നും പറ്റില്ല, അതിൻ്റെ പ്രത്യേക നാക്ക്. അപ്പോൾ എല്ലാ തരത്തിലും അകട്ടിൽ ചെന്നുകൊണ്ട് ഈ പാല് കറക്കുന്ന സന്ദർഭത്തിലും പരിചയമില്ല എങ്കിൽ വളരെ മോശം. പണ്ട് പലരും കറന്നിട്ട് ചോര പോലും വന്നിട്ടുള്ള സംഭവങ്ങൾ എനിക്കറിയാം. കാരണം കറന്നിട്ട് എവിടെ നിർത്തണമെന്നറിയണം. അപ്പോൾ എവിടെ തുടങ്ങണം എവിടെ നിർത്തണമെന്ന് അറിഞ്ഞുകൂടാതെ പശുവിനെ കറക്കാൻ തുടങ്ങിയാൽ കിട്ടുന്ന സാധനം നല്ലതിന് പകരം തീയതാകാനും ഇടയുണ്ട്. അത് ഭൂമിയെ കറക്കുമ്പോഴും അങ്ങനെയാണ്. നമുക്ക് ആവശ്യമുള്ള അതുപോലെ തന്നെ ഗ്യാഷ്യസ് ആയിട്ടുള്ള അവസ്ഥയില്ലേ, ഓർഗാനിക്കായിരിക്കുന്ന സങ്കേതങ്ങളില്ലേ. അപ്പോൾ അഗ്നിപർവ്വതങ്ങളും ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഭൂമി എന്ന് പറയുന്ന ഈ ധരയെ നമ്മൾ കറന്നെടുക്കുമ്പോൾ ആവശ്യമുള്ളത് കറന്നെടുക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. അതാണ് കറവക്കാരൻ്റെ പ്രത്യേകത. അങ്ങനെ നല്ലൊരു കറവക്കാരനാണ് ഈ പറയുന്ന പൃഥു എന്ന് പറയുമ്പോൾ ഭൂമിയെ എങ്ങനെ മെരുക്കി ഒരുക്കി അതിൽ നിന്ന് കിട്ടേണ്ട സാധനങ്ങൾ എങ്ങനെ എടുക്കാമെന്ന് അറിയാവുന്ന ഒരു വ്യക്തിത്വം. അയത്നം, അതും നിസ്സാരമായിട്ട് യാതൊരു എഫർട്ടും ഇല്ലാതെയാ. അയത്നം ഇന്ദ്രൻ പടിവിൽ തലപ്പിനാൽ ശൈലങ്ങൾ ഭേദിച്ചു മഹീതലം തുലോം സമീകരിച്ച ഈ ധരയെ കറന്ന് സംരക്ഷിക്കും ഈ നാടിനെ ഈ പ്രജേശ്വരൻ. ആ ഭാഗത്തേക്ക് നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ച് എളുപ്പം കിട്ടും. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ശ്രീശ്വരന്മാരിങ്ങനെ പറയുക. അദൃശ്യമാം അജഗതം ധനുസ്വമായി മന്നാക വാൽപൊക്കിയ സിംഹം എന്ന പോൽ ഡങ്കാരനാദത്തൊടിവൻ ചരിക്കവേ മൃഗങ്ങൾ പോൽ ദ്രോഹികൾ വാഞ്ഞൊളിച്ചിടും. ശത്രുസംഹാരത്തിൽ ശക്തിയുള്ളൊരു വ്യക്തിത്വമാണ്. അതായത് ഇദ്ദേഹം വാസ്തവത്തിൽ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ ഈ ദുഷ്ടശക്തികളെല്ലാം തന്നെ പാഞ്ഞൊളിക്കും. അവർക്ക് നിക്കക്കളിയില്ലാതെ ഒരു സിംഹം എങ്ങനെയാണോ അലറിക്കൊണ്ട് കടന്നു വരുമ്പോൾ ആ ദുഷ്ടമൃഗങ്ങളെല്ലാം തന്നെ ഒളിക്കുന്നത്, അതേ രീതിയിലുള്ള ഒരു ശക്തി ഈ പറയുന്ന രാജശ്രേഷ്ഠനുണ്ട്. 100 അശ്വമേധങ്ങൾ നടത്തും ഈ നൃപൻ. അശ്വമേധം 100 നടന്നാൽ ശതമഖനായിട്ട് മാറും. ശതമഖൻ എന്നുള്ളത് ഇന്ദ്രന്റെ പര്യായ പദമാണ്. ശതമഖൻ, ശതക്രതു. നമ്മൾ ഇടക്കാലത്ത് കണ്ടു ഏറ്റവും പൂജനീയനായ മള്ളിയൂർ തിരുമേനിയുടെ ഒരു ശതക്രതു. എന്നിട്ടത് ഏകോന ശതക്രതു ആയിട്ട് മാറിയെന്ന് നിങ്ങൾ ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. ശതക്രതു എന്ന് പറയുന്നതും അത് അവിടെ നടന്ന ഭാഗവത രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഈ പറഞ്ഞ 100 പേരിരുന്ന് വായിക്കലോ അല്ലെങ്കിൽ അത് അതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ 100 അശ്വമേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്വത്തെ മേധിക്കുക, കുതിരയെ മേധിക്കുക, നേട്ടങ്ങളെ കൈവരിക്കാൻ വേണ്ടിയിട്ട്, വിശ്വത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. വിശ്വത്തെ ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ അശ്വമേധത്തിൽ പ്രാണനെ അഴിച്ചുവിട്ടുകൊണ്ട് അത് സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ മേഞ്ഞു നടക്കുമ്പോൾ ആരെങ്കിലും ആ പ്രാണനെ പിടിച്ചു കെട്ടിയാൽ ആ പിടിച്ചു കെട്ടുന്നവനെ തോൽപ്പിച്ചുകൊണ്ട് പ്രാണനെ വീണ്ടെടുത്ത് വീണ്ടും ചരിക്കുന്നതാണ് അശ്വമേധയാഗത്തിൻ്റെ പ്രത്യേകത. അശ്വം പ്രാണൻ. കുതിര എന്നുള്ള അർത്ഥത്തിലെടുത്താലും കുതിരയെ ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ട് അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും രാജാക്കന്മാർ അതിനെ പിടിച്ചു കെട്ടിയാൽ ആ രാജാവിനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഇതിൻ്റെ രീതി. എന്ന് പറഞ്ഞാൽ എൻ്റെ കീഴിൽ ആയിരിക്കണം എല്ലാവരും, ഞാനാണ് രാജാതിരാജൻ എന്നുള്ള മട്ടിലേക്ക് സർവ്വശ്രേഷ്ഠനായിട്ട് ചക്രവർത്തിയായിട്ട് മാറാനുള്ളതാണ് ഈ പറയുന്ന അശ്വമേധയാഗം. അതൊന്നല്ല, 100 നടത്തുമെന്ന്. 100 നടത്തിയ ഇന്ദ്രരായി എന്നാണ്. ഏതായാലും അശ്വത്തെ മേധിക്കുക എന്ന് പറഞ്ഞാൽ പ്രാണനെ ഹോമിക്കുക എന്ന് തന്നെയാണ്. പ്രാണനെ എവിടെ ഹോമിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ യജ്ഞം നടത്താൻ. ആദ്യകാലഘട്ടത്തിൽ എപ്രകാരമാണോ നമ്മൾ നിഷ്ഠയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതെല്ലാം മാറിയിട്ട് നിരപരാധിയായിട്ടുള്ള കുതിരയെ മേധിക്കുന്ന കൊന്ന് അത്തരത്തിൽ മാംസത്തെ ഹോമിക്കുന്ന രീതിയിൽ അധപ്പതിച്ചു പോയി. കാരണം മനുഷ്യൻ്റെ ഗ്രാഹക ശക്തിയെല്ലാം തന്നെ വിട്ടുപോയി. അയാളുടെ ബോധതലമെല്ലാം തന്നെ വൃത്തികെട്ടതും മലീമസവുമായി തീർന്നു. അങ്ങനെ വന്നപ്പോൾ നരബലിയും മൃഗബലിയും അത്തരത്തിലുള്ള ബലികളെല്ലാം തന്നെ വന്നു. അക്കൂട്ടത്തിലാണ് ഹിംസ ഈ പറയുന്ന യജ്ഞങ്ങളിൽ കടന്നു വന്നത്. യാഗങ്ങളിലൂടെ ഹിംസ തുടങ്ങി. ഭാഗവതം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാംസം കഴിക്കാൻ കൊതി വന്നപ്പോൾ ഈ രാജാക്കന്മാരോ അല്ലെങ്കിൽ ഇതര വ്യക്തിത്വങ്ങളോ യജ്ഞം നടത്തിയിട്ട് പശുവിനെ ഹോമിക്കാമെന്നായി, പശുവിൻ്റെ മാംസം മേധിക്കാമെന്നായി. അതായത് അതിൻ്റെ ഭാഗമായിട്ട് മാംസം ഭുജിക്കാൻ വേണ്ടി കൊതി വന്നപ്പോൾ ചെയ്തതാണ് എന്ന്.
നമ്മളെല്ലാം മനുഷ്യരാണല്ലോ. നമുക്കെല്ലാവർക്കും ഇടക്കാലത്ത് ഓരോരോ ചിന്തകൾ വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ എല്ലാത്തിനും മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. നിയമത്തിനായാലും എല്ലാ കാര്യങ്ങൾക്കും ചട്ടങ്ങളും ഇതെല്ലാം തന്നെ മാറി മറിയുന്ന അവരവൻ്റെ ആ കാലഘട്ടത്തിലെ പ്രത്യേകത അനുസരിച്ചുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ കള്ളുകുടിയനാകണം അല്ലെങ്കിൽ കള്ളുകുടിക്കണമെന്ന് ആഗ്രഹം തോന്നിയാലോ അപ്പോഴും യജ്ഞം നടത്തിയിട്ട് സുരാപാനം അതിനു വേണ്ടിയിട്ട് സോമലത ഇടിച്ചു പിഴിഞ്ഞ് അതുകൂടി അതിൻ്റെ ഭാഗമായിട്ട് തീർന്നു. എന്താ കാരണം? എനിക്ക് അല്പം കള്ളു കുടിക്കണം. അപ്പോൾ എനിക്ക് മാംസം ഭുജിക്കണം എന്നുള്ള മട്ടിൽ വന്നപ്പോൾ ഹിംസ അതിൻ്റെ ഭാഗമായി. മദ്യം സേവിക്കണമെന്ന് വന്നപ്പോൾ അവിടെ സുരാപാനത്തിന് വേണ്ടിയിട്ട് സോമലത ഇടിച്ചു പിഴിഞ്ഞ നീരെല്ലാം തന്നെ യജ്ഞത്തിൻ്റെ ഭാഗമായി. മൈഥുനമെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായി. അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് വിവാഹം നമ്മുടെ ഇടയിലേക്ക് വന്നത് എന്ന് കൂടി ഭാഗവതം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിവാഹം ഉണ്ടായത്? നമ്മളെല്ലാവരും തന്നെ യജ്ഞത്തിൻ്റെ അധിപതിമാരാകുമ്പോൾ ആ യജമാനന്മാർ ഭാര്യാസഹിതനായിരിക്കണം. മൈഥുനമാണ് ഉദ്ദേശം. അപ്പോൾ മദ്യം, മാംസം, മൈഥുനം ഇത്യാദി പഞ്ചമകാരങ്ങൾ എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്ന മാറ്റങ്ങളാണ്. ഇതെല്ലാം സ്വാഭാവികമല്ല, ഇത് മനഃപൂർവ്വമാണ്. ഭാഗവത്തിൻ്റെ ഭാഷയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിലേക്ക് കടന്നു വന്ന ദുഷ്ടചിന്തകളും നിർവിചാരങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളും നമ്മളെ മാംസഭുക്കുകളാക്കി, മദ്യപാനികളാക്കി, അതുപോലെ മൈഥുന അവസ്ഥയിലെ എല്ലാത്തിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എല്ലാവരും തന്നെ വൃത്തികെട്ട രീതിയിലേക്ക് വന്നു. ഇന്ന് നടമാടുന്ന കാര്യങ്ങൾക്കെല്ലാം അതുകൊണ്ടൊരു സമാധാനം പറയാം. അതിൻ്റെ തുടർക്കഥയാണ്. നമ്മളെല്ലാവരും തന്നെ വികാരത്തെ നിയന്ത്രിച്ചുകൊണ്ട് വിചാരത്തെ വളർത്തിക്കൊണ്ട് ശ്രേഷ്ഠമായിരിക്കുന്ന ആ പ്രാണനെ ആഹൂതി ചെയ്യണം, എവിടെ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ കാട് കയറി പോകുന്നതുകൊണ്ട് ഉണ്ടായതാണ് ഈ ഗതികേടുകളെല്ലാം തന്നെ. കർമ്മങ്ങളും ദുഷിച്ചു, കർമ്മങ്ങളെല്ലാം തന്നെ വൃത്തികെട്ട രീതിയിലായി, മനുഷ്യൻ്റെ മനസ്സ് വഷളായി. അങ്ങനെ എല്ലാ തരത്തിലും മോശമായിട്ടുള്ള രീതിയിലേക്ക് മാറാൻ കാരണം ഈ കാലഘട്ടം കൊണ്ട് നമ്മൾ വളരുകയാണോ ചോദിക്കുക. നമ്മൾ വളരുകയാണോ? അതൊരു എവല്യൂഷനാണോ അതോ ഡെവല്യൂഷനാണോ? അപ്പോൾ പിന്തിരിഞ്ഞോട്ടമാണോ അല്ലെങ്കിൽ കാടത്തത്തിലേക്ക് മൃഗീയ വാസനകളിലേക്കുള്ള തിരിഞ്ഞുപോക്കാണോ അതോ നമ്മൾ മുന്നോട്ടുള്ള യാത്രയാണോ എന്ന് ചിന്തിക്കുക. ഇതെല്ലാം സംഭവിച്ചതാണ്. ഞാൻ ക്രിസ്തുവിനെ വളരെയേറെ പൂജിക്കുന്നൊരു വ്യക്തിയാണ്. കാരണം യഹൂദരുടെ വംശം അവരെല്ലാവരും തന്നെ നല്ല പോത്തിനെ കൊണ്ടുവന്ന് ആൾത്താരയുടെ സമീപം വെട്ടി അതിൻ്റെ ചോരയെല്ലാം തന്നെ അവിടെ തേച്ച് ആ മൃഗബലി നടത്തുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് സഹിക്കവയ്യാതെ അദ്ദേഹം തൻ്റേതായുള്ള ശരീരത്തിലെ രക്തവും തൻ്റേതായ ശരീരത്തിലെ മാംസവും നിവേദിച്ചുകൊണ്ട് കുർബാന എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. ഇന്നിപ്പോൾ കുർബാന എങ്ങോട്ട് ഇരിഞ്ഞിരിക്കണം എന്നുള്ള ചോദ്യമായിട്ട് നടക്കുക. അപ്പോൾ എല്ലാ തരത്തിലും കുർബാന എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഈ ശരീരത്തിലെ രക്തവും മാംസവും ആഹൂതി ചെയ്യുന്നതാണ്. എനിക്ക് ശരീരം വേണ്ട എന്നുള്ള മട്ടിലേക്ക് ആകുന്നതാണ്. എത്ര രസകരമാണ്. പ്രതീകാത്മകമായിട്ട് അദ്ദേഹം അപ്പവും വീഞ്ഞുമെല്ലാം എടുത്ത് വാഴ്ത്തിക്കൊണ്ട് ശരീരത്തെ ഇങ്ങനെ കുർബാന നടത്തുന്ന ബലിയർപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. മൃഗബലി, നരബലി എന്നുള്ള ആ ബലിയെല്ലാം തന്നെ സ്വന്തം ശരീരത്തെ ത്യജിക്കുന്ന രീതിയിലേക്കാകണം, ഉപേക്ഷിക്കുന്ന രീതിയിലേക്കാകണമെന്ന് പഠിപ്പിച്ചു മഹാനുഭാവൻ. നമ്മുടെ അശ്വമേധം പോലുള്ള യാഗങ്ങളിലും ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിലേക്ക് മനസ്സു മാറി. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹരിശ്ചന്ദ്ര മഹാരാജാവ്? അദ്ദേഹം പുത്രനുണ്ടാകാൻ വേണ്ടി വരണനെ യാഗം നടത്താനായിട്ട് തുനിഞ്ഞു. എന്നിട്ട് അത് ശപഥമേറ്റു. ആ ശപഥത്തിൻ്റെ ഫലമായിട്ട് കുട്ടിയുണ്ടായി. ആ കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിയോടുള്ള ആ പുത്രേഷണ അദ്ദേഹത്തിലുണ്ടായ ഈ ആഗ്രഹം അല്ലെങ്കിൽ എന്തെന്നില്ലാത്ത കുട്ടിയോടുള്ള പ്രേമം, മമത, അത് കാരണം കുട്ടിയെ യജ്ഞരൂപത്തിൽ കെട്ടിയിട്ട് മേധിക്കാനായിട്ട് തയ്യാറായില്ല. വളർന്നു വന്ന കുട്ടിയോടുവിൽ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ആ സമയത്ത് ഇദ്ദേഹത്തിന് മഹോദരം ഉണ്ടായിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ വൈദ്യന്മാർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നോക്കിയിട്ട് ഗതി കിട്ടാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ഒരു യാഗം നടത്തുന്നതിൽ വിലയ്ക്ക് വാങ്ങിയ ഒരു കുട്ടിയെ, ശുനശേഭൻ, ഒരു മധ്യമപുത്രനാണ്. മൂത്തപുത്രനെ അച്ഛന് വേണം, ഇളയപുത്രനെ അമ്മയ്ക്ക് വേണം, നടുവിലൊരു പുത്രനുണ്ടായിരുന്നു, ആർക്കും വേണ്ട. ബ്രാഹ്മണക്കുട്ടിയെ ശുനശേഭനെ കാശ് കൊടുത്ത് വാങ്ങി ക്രീതപശു അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ബലി ആടാക്കിക്കൊണ്ട് കൊണ്ടുവന്ന് യൂപത്തിൽ കെട്ടിയിട്ട് ബലി നടത്താൻ തുനിയുമ്പോഴാണ് വിശ്വാമിത്രൻ്റെ വരവ്. വിശ്വത്തിൻ്റെ മിത്രമാണ് വിശ്വാമിത്രൻ. പല രീതിയിൽ നമ്മൾ വിശ്വാമിത്രനെ കുറ്റം പറയുമെങ്കിലും ഹരിശ്ചന്ദ്രനെ ഇപ്രകാരം അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും അദ്ദേഹം ജീവനോട് ഉള്ള അനുകമ്പയും ദാരുണമായിട്ടുള്ള രംഗത്തിനൊരു അറുതിയും വരുത്തിയ രംഗം വളരെ ശ്രദ്ധേയമാണ്. വരുണ സ്തോത്രമെല്ലാം തന്നെ പറഞ്ഞുകൊടുത്ത് ഈ കൊച്ചുകുട്ടിയെ കൊണ്ട് ജപിപ്പിച്ച് വരുണൻ വന്നപ്പോൾ വരുണനെ കൊണ്ട് അനുഗ്രഹം വാങ്ങി ആ യജ്ഞരൂപത്തിൽ നിന്ന് അയാളെ കൊല്ലാതെ പുറത്തേക്ക് കൊണ്ടുവന്ന ആ കഥാപാത്രമാണ് വിശ്വാമിത്രൻ. അവിടെയും നാം പഠിക്കുന്നത് ഇത്തരത്തിൽ നരബലി, ആ രൂപത്തിൽ യജ്ഞപശുവായിട്ട് മനുഷ്യനെ കെട്ടിയിട്ട് കൊണ്ട് കൊല്ലുന്ന രീതി ഇതൊന്നും നല്ലതല്ല എന്ന് തന്നെയാണ്. ആരോട് പറയാനാ? നമ്മളിന്ന് വാസ്തവത്തിൽ കൂടുതൽ കഴിക്കുന്ന മുഴുവൻ ഈ പറയുന്ന മൃഗങ്ങളുടെ മാംസം. കഷ്ടം തോന്നും. അപ്പം എല്ലാ തരത്തിലും ദുഷ്ടചിന്താഗതികൾ വളരാനും അത്രമാത്രം
വളരെ വഷളായിട്ടുള്ള മനോഗതിയെല്ലാം തന്നെ ഉണ്ടാകാനും അത്തരത്തിലുള്ള പ്രേരണ ഉണ്ടാകാനും ഉള്ള രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ ഏത് തരത്തിലാണ് നരബലി മൃഗബലിയൊക്കെ നടത്തിയിരുന്നത്, അതിപ്പോൾ നിത്യവും നടക്കുന്നുണ്ട് മാംസദാഹികളായിട്ടുള്ള ഈ മനുഷ്യർ. അതും വാസ്തവത്തിൽ ചിന്തിക്കുക. 100 അശ്വമേധങ്ങൾ നടത്തും. അദ്ദേഹം നടത്തിയ അശ്വമേധം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതായാലും ആ കാലഘട്ടത്തിൽ 100 അശ്വമേധം നടത്തിയാൽ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് അദ്ദേഹം ഈ പറയുന്ന സ്വർഗരാജ്യത്തേക്ക് ഈ രാജശ്രേഷ്ഠനായി ഇന്ദ്രശ്രേഷ്ഠനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അശ്വമേധത്തിലേക്ക് എത്തണം. ഇന്ദ്രസിംഹാസനത്തിൽ കയറിയിരിക്കാനുള്ള യോഗ്യതയാണ്. 100 അശ്വമേധങ്ങൾ നടത്തും ഈ നൃപൻ സരസ്വതി സ്വർണ്ണതിയിൽ. ഭവിച്ചടം ഹരിക്കും അന്ത്യം മഖവേളയെങ്കൽ ആ ഹയത്തെ ദേവാധിപനാം ശതക്രതു. അങ്ങനെ ഈ ശതക്രതുവായിരിക്കുന്ന ദേവേന്ദ്രന്റെ പദവി നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത വരുമ്പോൾ ഈ പറയുന്ന അശ്വമേധം 100ാമത്തെ യാഗത്തിൽ അദ്ദേഹം അഴിച്ചുവിടുന്ന ആ അശ്വത്തെ അദ്ദേഹം ഹരിക്ക് മോഷ്ടിക്കുമെന്ന് ഇതെല്ലാം തന്നെ വരാൻ കേൾക്കാനിരിക്കുന്ന ഭാഗങ്ങളാണ്. കുതിരയെ മോഷ്ടിക്കുക ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന അർത്ഥവും കൂടി മനസ്സിലേക്ക് കടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കുതിരയെ ഇങ്ങനെ അഴിച്ചുവിടും, കുതിരയെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും പിടിച്ചു കെട്ടും, അപ്പോൾ ചെന്നിട്ട് ഈ പറഞ്ഞ രാജശ്രേഷ്ഠൻ്റെ ആ പടയാളികൾ അതിനെ രക്ഷിച്ചു കൊണ്ടുവരും. അപ്പോൾ ആ രാജാവിനെ തോൽപ്പിച്ചു. ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക്. ഈ അശ്വത്തെ ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയണ്ടേ? അശ്വം പ്രാണനാണെങ്കിൽ ഈ പ്രാണനെ ആരെങ്കിലും ഹരിക്കുന്നത് ഇന്ദ്രൻ്റേതായുള്ള പ്രവൃത്തിയാണ്. ഇന്ദ്രൻ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമാണ്. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും എന്ന് പറയുന്ന ഇന്ദ്രൻ ഈ പ്രാണനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹരിക്കും. അതായത് അതിൻ്റെ കൈവശമാക്കും, അതിനെ സ്വന്തമാക്കും. ചിന്തിക്കാനുള്ള വിഷയം അവിടെ അന്തർഭവിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം തന്നെ ഇന്ദ്രനോട് ഉപമിച്ചുകൊണ്ട് അതൊരിക്കലും പ്രാണനെ ഹരിക്കരുത്. ആ പ്രാണനെ ഹരിച്ചുകൊണ്ടുപോയാൽ എന്തു പറ്റും? നമുക്ക് രക്ഷയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ കാട് കയറിപ്പോകും, ഇന്ദ്രൻ്റെ കൂടെ പോകും, ഇന്ദ്രിയങ്ങളുടെ കൂടെ പോകും, മനസ്സിൻ്റെ പിന്നാലെ പോകും. നമ്മൾ വാസ്തവത്തിൽ ബുദ്ധിയില്ലാത്ത രീതിയിലേക്കാകും. പ്രാണന്റെ രക്ഷയെല്ലാം തന്നെ നഷ്ടപ്പെടും. ചിന്തിക്കൂ. അപ്പം ആരാലും ഹരിക്കപ്പെടാത്ത രീതിയിൽ പ്രാണനെ ആക്കുക എന്നുള്ളതാണ് അശ്വമേധയാഗത്തിൻ്റെ പ്രത്യേകത. ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ ആ പ്രാണനെ ശക്തമാക്കി കൊണ്ടുവരിക. പ്രാണായാമം ചെയ്യണം. ഇന്നത്തെ യോഗാ സമ്പ്രദായം ഒന്നും തന്നെ അഭിലഷണീയമല്ല. ഇന്ന് ശരീരത്തെ പുഷ്ടിപ്പെടുത്താനുള്ള യോഗ. സത്യത്തിൽ നമ്മൾ പുഷ്ടിപ്പെടുത്തേണ്ട പ്രാണനെയാണ്. പ്രാണനെ വാസ്തവത്തിലാണ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരേണ്ടത്. വ്രതസഞ്ജീവി മന്ത്രത്തിൽ നമ്മൾ പ്രത്യേകിച്ചും പറയുന്നത് പ്രാണനെ തന്നെയാണ്. പ്രാണായാമത്തിൽ നമ്മൾ വായുവാണ് വലിച്ചു കയറ്റുന്നത് വിടുന്നത് എങ്കിൽ കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രാണനെയാണ്. അപ്പോൾ ഏതൊരു പ്രാണനാണോ എല്ലാത്തരത്തിലും ശക്തമായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ടത് പ്രാണോർജം, അതിനെ ശക്തമായിട്ട് രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അശ്വമേധയാഗം. അതായത് കുറേ അധികം ആൾക്കാർ കൂടി ഇരുന്നുകൊണ്ട് വലിയ വലിയ യാഗശാലകൾ കെട്ടി അതിൻ്റെ ഉള്ളിൽ ഈ ഈ പറയുന്ന കുണ്ടങ്ങളെല്ലാം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് അഗ്നിയെ ഇങ്ങനെ ഉജ്ജ്വലമായ രീതിയിൽ ജ്വലിപ്പിച്ചുകൊണ്ട് അതിനകത്തേക്ക് അതും ഇതൊക്കെ വാരി ഹോമിക്കുന്നത് അതെല്ലാം തന്നെ പിന്നാലെ വന്ന സമ്പ്രദായങ്ങളാണ്. കുത്തിയിരുന്നു കൊണ്ട് അഗ്നിയുടെ മുൻപിൽ കുത്തിയിരുന്നു കൊണ്ട് അഗ്നിയെ സാക്ഷിയാക്കിക്കൊണ്ട് അഗ്നിയിലേക്കൊന്നും ആഹൂതി ചെയ്യാതെ തന്നെ അഗ്നിയായിരിക്കുന്ന പരമാത്മാവിനെ അല്ലെങ്കിൽ ശരീര അന്തർഗതമായിട്ടുള്ള ജീവനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ആ അഗ്നിയിലേക്ക് ദൈനംദിനം ഇങ്ങനെ ആഹൂതി ചെയ്യുന്ന പ്രാണായ സ്വാഹ, പാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, പഞ്ചപ്രാണായ സ്വാഹ, ഇത്തരത്തിൽ ആഹൂതി ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അശ്വമേധം ശക്തമായി. പ്രാണനെയാണ് നമ്മൾ കൊടുക്കേണ്ട അഗ്നിയിലേക്ക്. അഗ്നി എന്ന് പറയുന്നത് പരമാത്മാവ്. ഇതിനുള്ളൊരു വിദ്യയാണ് വാസ്തവത്തിൽ പ്രാണായാമം. സുഷുമ്നാകാന്ഡമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കയറ്റാൻ ശ്രമമാണ്. ഈ ശ്രമം നടത്തി വിജയിച്ചിട്ടുള്ളവരാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ. തുറക്കാത്ത വാതിലെല്ലാം തന്നെ തുറപ്പിച്ചുകൊണ്ട് അതിലൂടെ കടത്തി അകത്തുകൂടെ ഇങ്ങനെ പ്രവഹിപ്പിച്ചു. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി, വരാൻ നിബോധത എന്നും ആഹ്വാനം ചെയ്തു. അല്ലാതെ ഇവിടെ ഒരിടത്തുനിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ജാഥ അയച്ച് ഡൽഹി ചെല്ലലൊന്നും അല്ല ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി, വരാൻ നിബോധത. നമ്മൾ താഴത്ത് കിടക്കുന്ന ഈ ശക്തിവിശേഷത്തെ, പ്രാണോർജത്തെ എങ്ങനെ നമുക്ക് അകത്ത് കടത്തിയിട്ട് അടഞ്ഞിരിക്കുന്ന ദ്വാരമെല്ലാം തന്നെ തുറന്ന് അതിലൂടെ കടത്തിയിട്ട് എങ്ങനെ മൂർധാവിലെത്തിക്കാം, അതാണ് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി, വരാൻ നിബോധത. അങ്ങനെ പോകുന്ന ആ സന്ദർഭത്തിൽ കാമക്രോധാദികളാകുന്ന ദുഷ്ടശക്തികൾ ആ ഹൃദയഗ്രന്ഥികളെല്ലാം തന്നെ നമ്മളെ ബാധിക്കും. അതാണ് വാസ്തവത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അത് മാനസികമായിട്ടുള്ള ഇന്ദ്രൻ്റേതായിട്ടുള്ള പ്രവൃത്തികളാണ്. അതിനെ മുഴുവൻ നമ്മൾ ജയിച്ചുകൊണ്ട് മുന്നേറുക, മുന്നോട്ട് പോവുക. ഇതാണ് അശ്വമേധം. രസകരമായിട്ടുള്ള കാര്യമെല്ലാം തന്നെ പിന്നാലെ നമുക്ക് പലയിടത്തും പഠിക്കേണ്ടതുണ്ട്. 100 അശ്വമേധങ്ങൾ നടത്തും ഈ നൃപൻ സരസ്വതി സന്നതിയിൽ. ഭവിച്ചടം ഹരിക്കും അന്ത്യം മഖവേളയിൽ വേളയിങ്കലാഹയത്തെ
ദേവാധിപനംശതകൃതു ഇന്ദ്രൻ സുഗേഹോപവനത്തിൽ ആ സനൽകുമാരനം ഷഡ്ഗുണപൂർണന സ്വയം സമർച്ചനം ചെയ്തണയും സ്വഭക്തിയാൽ വിശുദ്ധമാം ജ്ഞാനമനന്യ ദുർലഭം. ഇങ്ങനെ പ്രാകൃതമായിരിക്കുന്ന രീതിയിൽ പോവും, നമ്മളും പോവും. പ്രാകൃതം എന്ന് പറഞ്ഞ് ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും, ബാധയെ കണ്ടുപിടിക്കും, ബാധയുണ്ടെന്ന് പറയും, ഹോമം നിശ്ചയിക്കും, അതിനൊരു ചാർത്തുണ്ടാക്കും, എന്നിട്ട് കുറേ പണമെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ട് ഹോമം ഉണ്ടെന്ന് നിർത്താ അഗ്നിയിലേക്ക് ഇങ്ങനെ ആഹൂതി ചെയ്ത് ജ്യോത്സ്യം വന്നിരുന്ന അതേ രീതിയിലേക്ക് ഇങ്ങനെ ആവാഹിച്ച് ബാധയെ ആവാഹിച്ച് ബോധമില്ലാത്ത രീതിയിൽ പോകുന്ന രീതിയെല്ലാം തന്നെ നമ്മുടെ ഇടയിലുമുണ്ട്. കാരണം ഇത് പ്രാകൃത. അടുത്ത പ്രകരണത്തിൽ അത് പ്രത്യേകിച്ചും ഈ ഏറ്റവും ശക്തനായിരിക്കുന്ന ഈ പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെ നമ്മൾ ഇക്കാര്യം ഗ്രഹിക്കും. ഇവിടെയും പറയുന്നത് നോക്കൂ. ഒടുവിൽ ഇദ്ദേഹം ഈ സനൽകുമാരൻ, സനകൻ, സനന്ദൻ ഇത്യാദി ആ 4 പേര് സനകാദികൾ ഇങ്ങനെ വന്നിട്ട് ഇദ്ദേഹത്തെ അനുഗ്രഹിച്ച് ജ്ഞാനിയാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ എന്തിനാണപ്പാ ഈ യാഗം? നമ്മൾ വേദങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത് അതെല്ലാം തന്നെ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടെന്നൊരു ബോധം വേണം. നടത്തിക്കൊള്ളൂ ഹോമം, നടത്തിക്കൊള്ളൂ പൂജ, പൊയ്ക്കൊള്ളൂ ക്ഷേത്രത്തിലേക്ക്, അവിടെ ചെന്ന് അതും ഇതും എല്ലാം തന്നെ ചെയ്തോളൂ, വഴിപാടുകൾ നടത്തിക്കൊള്ളൂ. പക്ഷേ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇതൊന്നുമല്ല. ഇതൊരു മാർഗം മാത്രമാണ്. ലക്ഷ്യം എന്ന് പറയുന്ന ജ്ഞാനം മാത്രമാണ്. ശുദ്ധ അന്ധകരണത്തിൻ്റെ ഉടമയായി കഴിഞ്ഞാൽ അതിൽ ദീപ്തമത്താകുന്ന അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ജ്ഞാനത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തികളെല്ലാം, ഈ കർമ്മങ്ങളെല്ലാം. നല്ലപോലെ ഉറപ്പിക്കണം. അതിവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ദ്രൻ സ്വഗേഹേ ഉപവനത്തിലസൽകുമാരനാം ഷഡ്ഗുണപൂർണനെ സ്വയം സമർച്ചനം ചെയ്തണയും സ്വഭക്തിയാൽ വിശുദ്ധമാം ജ്ഞാനം അനന്യ ദുർലഭം. ഓരോന്നിങ്ങനെ തികട്ടിയരച്ച് വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. സനകാദികൾ എന്ന് പറയുന്ന 4 പേരും അന്ധകരണമാണ്. ബ്രഹ്മദേവന്റെ അന്ധകരണം തന്നെ 4 കുട്ടികളായിട്ട് ജനിച്ചതാണ്. 5 വയസ്സല്ലാതെ അവർക്ക് വയസ്സ് ഏറുന്നില്ല എന്ന് എവിടെയും കാണാം. അപ്പോൾ അത്തരത്തിലുള്ള സനകാദികളെന്ന് പറയുന്ന ഈ 4 പേര് സദാ 5 വയസ്സുകാരായിട്ടുള്ള യുവർ അവർ അന്ധകരണ ചതുഷ്ടയമെന്ന് പറയുമ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിത്തശുദ്ധിക്ക് ആസ്പദമായിട്ടുള്ള അന്തരംഗമാണ്. കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരോ കർമ്മങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ള അർത്ഥമേ അതിനുള്ളൂ. ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു ശുദ്ധാന്തകരണം കിട്ടും. ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടുപോയാൽ അന്ധകരണം ശുദ്ധമാകില്ല. ഇത് നമുക്ക് പ്രത്യേകിച്ച് പറയാതെ തന്നെ അറിയാം. അപ്പോൾ അന്ധകരണ ശുദ്ധി, അതായത് സനകാദികളുടെ ആ അന്ധകരണം എന്ന് പറയുന്ന 4 പേരുടെ ആ ശുദ്ധിയെല്ലാം തന്നെ ഉണ്ടാകണമെങ്കിൽ അവർ വന്ന് ഉപദേശിക്കണം. അവർ ഉപദേശിച്ചു എന്ന കഥ ഇതൊക്കെ പ്രതീകാത്മകമാണ്. അപ്പോൾ എല്ലാ തരത്തിലും അന്ധകരണ വിഷയമായിരിക്കുന്ന മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം 4 കഥാപാത്രങ്ങളായിരിക്കുന്ന സനകാദികൾ അവർ വന്നിട്ട് പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിക്ക് ജ്ഞാനം ഉപദേശിക്കുന്ന രംഗവും ഇവിടെ കാണാം. അതായത് 100ാമത്തെ യാഗം നടത്തി ഏതായാലും ഇന്ദ്രനെ കൊല്ലുമെന്നുള്ള മട്ടായപ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ പിന്തിരിഞ്ഞു. ഇന്ദ്രൻ അരിച്ചുകൊണ്ട് പോയ, മോഷ്ടിച്ചുകൊണ്ടുപോയ പശുവിനെ, ഈ പറയുന്ന യജ്ഞപശു, ആ അശ്വത്തെയെല്ലാം തന്നെ പിടിച്ചുകൊണ്ട് വന്നു ഈ പറയുന്ന പൃഥുവിൻ്റെ മകൻ വിജിതാശ്വൻ. അതെല്ലാം തന്നെ നമ്മൾ കാണാനിരിക്കുന്നു. പക്ഷെ ആ സന്ദർഭത്തിലെല്ലാം തന്നെ നേടേണ്ട സംഗതി നേടിയില്ല. എന്താ നേടേണ്ടത്? ഇന്ദ്രന്റെ പദവി അലങ്കരിക്കലല്ല, 100 യാഗം നടത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഏണിയും വെച്ച് കയറലല്ല. അത് പിന്നാലെ നമ്മൾ കാണുന്നുണ്ട്. നഹുഷൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ, രാജാവാണ് നഹുഷൻ, രാജശ്രേഷ്ഠനായിരുന്നു. അയാൾ ഇന്ദ്രനായിട്ട് മാറി. പക്ഷെ അവിടെ നിന്ന് ഉരുണ്ടടിച്ച താഴത്തേക്ക് പാമ്പായിട്ട് വീണ്ടും വീഴുന്ന ഒരു രംഗം നമ്മൾ കാണുന്ന ഒരു കഥാപാത്രം ഭാഗവത്തിൽ തന്നെ 6ാം സ്കന്ധത്തിൽ. അപ്പോൾ എല്ലാ തരത്തിലും ഇതൊന്നുമല്ല ജീവന്റെ ലക്ഷ്യമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ വാസ്തവത്തിൽ 100 യാഗം നടത്തിയിട്ട് ഇന്ദ്രന്റെ കസേരയിൽ കയറി ഇരിക്കാൻ കൊതിക്കരുത്. അതിനു പകരം എന്ത് വേണം? ജ്ഞാനിയാകണം. അന്ധക്കരണ വിശുദ്ധി നേടിയിട്ട് കർമ്മങ്ങളെല്ലാം തന്നെ അതിൻ്റെ പര്യവസാന വേളയിൽ ശുദ്ധമായിട്ടുള്ള അന്ധക്കരണത്തിൻ്റെ ഉടമയായി ബോധമെല്ലാം തന്നെ ഉണർന്നുകൊണ്ട് ജ്ഞാനിയായിട്ട് മാറണം. ഇതും അദ്ദേഹം പഠിച്ചു. ഏവം കേളി പെരുത്തുള്ള പൃഥുവാം പൃഥുവിക്രമൻ എങ്ങങ്ങ് കോകിലം കേൾക്കും ആത്മകീർത്തി പ്രകീർത്തനം സ്വശക്തിയാൽ ദിക്കുകൾ കീഴടക്കി ദുർജനത്തെ വെന്നു ആശു നിജജ്ഞയെങ്ങുമേ നടത്തി ദേവാസുരഗീത കീർത്തിയായി ഭവിക്കുമീ നിസ്തുലനാം മഹീപതി. ഇതെല്ലാം തന്നെ ഇങ്ങനെ വിസ്തരിച്ച് കേൾപ്പിക്കണമെന്ന് തോന്നിയത് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എഴുതി പറയുന്നുള്ളൂ. അവിടെ വാസ്തവത്തിൽ കുറേ അധികം കാര്യങ്ങൾ കൂടി, രഹസ്യമായിട്ടുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് പറയാനൊരു അവസരം കിട്ടിയെന്ന് മാത്രം. ഭാഗവതത്തിൽ ഉടനീളം ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. വെറുതെ കഥയെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് കഥയില്ലാത്ത ഹിന്ദുക്കളായി മാറുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് കഥയില്ല, ഒരു കഥയില്ല. സത്യത്തിൽ സങ്കടം തോന്നുന്ന നമ്മുടെ ഈ അവസ്ഥ ഇന്ന് കാണുമ്പോൾ നമ്മളെല്ലാവരും തന്നെ വാസ്തവത്തിൽ കഥയിലെ കാര്യം മനസ്സിലാക്കാതെ
കഥയറിയാതെ ഇങ്ങനെ ആട്ടം കാണാൻ ചെന്നിരിക്കുന്ന പോലെ അത്തരത്തിലുള്ളൊരവസ്ഥയാണ് നമുക്ക് വളരെ ദുർഘടമായിട്ടുള്ള സന്ധികളെ സൃഷ്ടിക്കാൻ കാരണം അതാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്നേ മതിയാകും. അതിന് ഭാഗവത്തെ ആ ദൃഷ്ടികോണം ഒരു പ്രത്യേക പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വീക്ഷിക്കണം. അതാണ് വാസ്തവത്തിൽ സമഗ്രമായിട്ടുള്ള ഭാഗവത പഠനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ 17-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കടക്കാം. 17-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ഒന്ന് വായിച്ചു മുന്നോട്ട് പോകാം. യഥാഭിഷിക്ത പൃഥുരംഗ വിപ്രൈരാമന്ത്രിതോ ജനതായാശ്ച ബാല പ്രജാനിരന്നേക്ഷിതി പൃഷ്ടയിത്യ ക്ഷുക്ഷാമദേഹ പതിമഭ്യോജൻ വയം രാജഞ്ചാടരേണാഭിതപ്ത യഥഗ്നിനാ കോടരസ്തേന വൃക്ഷ ത്വാമാദ്യയാത ശരണം ശരണ്യം യസ്സാധിതോ വൃത്തികരപദർന്ന തന്നോ ഭവാനീഹ ദുരാതവേന്നം ക്ഷുതാർദിതാനാം നരദേവദേവ യാവന്ന നംക്ഷ്യാമഹ ഉദ്ധിതോർജ വാർത്താപതിസ്ത്വം കില ലോകപാല. ആ 3 ശ്ലോകങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറെ കൂടി ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കാം. പ്രജേശനായി വൈന്യനെ വിപ്രസംഗം വാഴിച്ചൊരാവേളയിൽ ഊഴിയെല്ലാം വറണ്ട് നിൽപ്പായതിനാൽ വിശന്നും പൊരിഞ്ഞും അങ്ങെത്തി ഉണർത്തി നാട്ടാർ കാളുന്ന തീ പൊത്തിലെഴും മരം പോൽ ഈ ജാഠരം വന്നിയിൽ വെന്തു ഞങ്ങൾ ശരണ്യ നിന്നെ ശരണങ്കിമിപ്പൂ പ്രജേശനാം പ്രത്യുതനല്ലയോ നീ അന്നാദിയന്യേ പശിയാൽ നശിച്ചുപോം മുമ്പിവർക്ക് നശിച്ചു പോം മുമ്പ് ഇവർക്ക് ഏകുക ഭക്ഷണം നീ നാട്ടാർക്ക് വേണ്ടുന്നത് നൽകി നാട് രക്ഷിക്കുവല്ലോ അല്ലി ഭവാൻ നൃപേന്ദ്ര. എല്ലാം ഇങ്ങനെ വരണ്ടുപോയി. പല പല കഥകളിൽ ഈ വരണ്ടവസ്ഥ വരുന്നുണ്ട്. വരണ്ടവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ നമുക്കും ഇടയ്ക്കുണ്ടായി. വരൾച്ച മാറ്റിയിട്ട് വെള്ളപ്പൊക്കവും നമ്മൾ കണ്ടു. വരണ്ടു പോവുക. അപ്പോൾ പ്രകൃതിയെല്ലാം തന്നെ വാസ്തവത്തിൽ കോപിച്ചാൽ കിട്ടുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് വരണ്ടു പോവുക, ഒന്ന് വെള്ളപ്പൊക്കം, ഒന്ന് ഒക്കെ നാശ. അപ്പം ഇത്തരത്തിൽ വരണ്ടുപോയി ഭൂമി ഊഷരമായി എന്ന്. ഭൂമിയുടെ ഉപരിതലത്തിൽ പുല്ല് പോലും കിളിർക്കാത്ത രീതിയിൽ മരുഭൂമിക്ക് സദൃശമായി. മരുഭൂമിയാണെങ്കിൽ പോലും അതിൽ നിന്ന് പലതും ഇന്ന് ചോർത്തിയെടുക്കുന്നില്ലേ? പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും ഗർഭം ധരിച്ചിട്ടുള്ളവളാണ് ഈ അമ്മ, ഈ ഭൂമിദേവി എന്ന് പറഞ്ഞാൽ ഈ ഭൂഗർഭത്തിൽ ഇല്ലാത്തതായിട്ട് യാതൊന്നുമില്ല. ഇനി ഉപരിതലത്തിലോ സുന്ദരങ്ങളായിട്ടുള്ള വൃക്ഷങ്ങളും കാടുമേടുകളും ഇതെല്ലാം തന്നെ ഉള്ള പോലെ തന്നെ ഔഷധ ചെടികളും ഇതെല്ലാം കൃഷിയിടങ്ങളും, ഇങ്ങനെ കൃഷിയിടങ്ങളും ഇതെല്ലാം തന്നെ നമ്മൾ നശിപ്പിച്ചിട്ട് ഇപ്പോൾ നെട്ടോട്ട് ഓടുകയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ ഇവിടേക്ക്. അതെല്ലാം തന്നെ പാകുന്നതിന് വേണ്ടി ഓരോരോ വിത്തുകളും കൊണ്ടിങ്ങനെ എറിയാൻ വേണ്ടി അടക്കുകയാണ്. കാലാവസ്ഥ മോശമായാൽ അതും അവിടെ ഈ പട്ടുപോകും, നശിച്ചു പോകും, മുളയ്ക്കില്ല. അപ്പൊ എല്ലാ തരത്തിലും നമ്മുടെ ഭൂമിതലം അത് നല്ല രീതിയിൽ ആകേണ്ടതൊരാവശ്യമാണ്. അതിനെന്ത് വേണം? പൃഥുവിനെ പോലുള്ള രാജാവ് വേണം. കൊടുങ്കാറ്റ് വരും, വെള്ളപ്പൊക്കം വരും, അല്ലെങ്കിൽ ചൂട് വന്നിട്ട് സഹിക്കാൻ പറ്റാതെയാകും. സൂര്യനുമായിട്ട് ഭൂമി അടുത്തു കഴിഞ്ഞു, ഇനി അടുക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഇതെല്ലാം തന്നെ ഉഷ്ണിച്ച് കത്തി എരിഞ്ഞ് ചാമ്പലാകാൻ പോകുന്നൊരു സന്ദർഭം. ഇതെല്ലാം തന്നെ ചിന്തിച്ചിട്ട് വേണം ഭൂമിയുടെ അധീശത്വം വഹിക്കുന്ന ഈ രാജാവ് പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മുൻപിൽ എല്ലാവരും കൂടി ഓടി വന്നിട്ട് ഞങ്ങൾ പട്ടിണി കിടന്ന് ചാവും. അകത്ത് കിടക്കുന്ന ജഠരാഗ്നി, വയറ്റിലുള്ള ജഠരാഗ്നി ഇങ്ങനെ കത്തിക്കാളുകയാണ്. ഏതൊരു വൃക്ഷത്തിൻ്റെ ഉള്ളിലാണോ വാസ്തവത്തിൽ അഗ്നിയുള്ളത്, അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജഠരാഗ്നി അതിങ്ങനെ കത്തിക്കാളുന്നു, നിക്കക്കളിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടി വന്ന് എന്താ പറഞ്ഞത്? പ്രജേശനായി വൈന്യന വിപ്രസംഗം വാഴിച്ചൊരാവേളയിൽ. അദ്ദേഹം രാജകീയ സ്ഥാനം ഏൽക്കുന്ന സമയത്ത് ആ ഭൂമിയുടെ അവസ്ഥയാണ്. ആ സമയത്ത് ഊഴിയെല്ലാം വറണ്ട് നിൽപ്പായതിനാൽ വിശന്നും പൊരിഞ്ഞും അങ്ങെത്തി ഉണർത്തി നാട്ടാർ. രാജാവായ ഉടനെ തന്നെ എല്ലാവരും പരാതിയായിട്ട് അവരിവിടെ ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, ഉടുക്കാനില്ല, ഉണ്ണാനില്ല, ഉറങ്ങാനില്ല, ഇങ്ങനെ യാതൊന്നുമില്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ അതിൻ്റെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരൊക്കെ ഓടിക്കൂടി. കാളുന്ന തീ പൊത്തിലെഴും, കാളുന്ന തീ, കത്തിക്കാളുന്ന തീ എവിടെ? പൊത്തിലെഴും മരം പോൽ. മരത്തിൻ്റെ ഉള്ളിൽ പൊത്തിലെ ഏതെങ്കിലും ഒരു അഗ്നി മരത്തിൻ്റെ ഉള്ളിലുണ്ട്, വിറകിൻ്റെ ഉള്ളിലുണ്ട്, എല്ലാത്തിൻ്റെയും ഉള്ളിലുണ്ട് അഗ്നി. അതാണല്ലോ തത്വം, അതാണ് വേദാന്ത രഹസ്യം.
അത്തരത്തിൽ കാളുന്ന അഗ്നിയെപ്പോലെ, കത്തിക്കാളുന്ന അഗ്നിയെപ്പോലെ ഞങ്ങളുടെ വയറ്റിലും കത്തിക്കാളുകയാണ് ഈ ജഡരാഗ്നി. വന്നിയിൽ വെന്തു ഞങ്ങൾ ശരണ്യ നിന്നെ ശരണം ഗമിപ്പൂ പ്രജേശനാം വൃത്തിതനല്ലയോ നീ. നീ വാസ്തവത്തിൽ ഞങ്ങളുടെ എല്ലാം തന്നെ ഈശൻ, ഞങ്ങളുടെ എല്ലാം തന്നെ അനുഗ്രഹം ദാതാവായിരിക്കുന്ന രാജശ്രേഷ്ഠനാണ്. അതുകൊണ്ട് നീ എന്തു വേണം? അന്നാദി എന്നെ പശിയാൽ നശിച്ചു. വിശന്നിട്ട് അന്നാദിയില്ലാത്ത അന്നം, അത് ആഹാരമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ വിശന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. നശിച്ചു പോകും മുമ്പ് എല്ലാം തന്നെ നശിച്ച് നാറാണക്കല്ല് പിടിക്കുന്നതിന് മുമ്പായിട്ട് നീ എന്ത് ചെയ്യണം? അതിനു മുമ്പ് ഇവർക്കേകുക ഭക്ഷണം, നീ ഭക്ഷണം നൽകൂ. നാട്ടാർക്ക് വേണ്ടുന്നത് നൽകി നാട് രക്ഷിക്കുവോനല്ലേ ഭവാൻ നൃപേത. ഈ പ്രജകൾക്ക് എല്ലാവർക്കും ആവശ്യമായ സംഗതികൾ കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നവനല്ലേ അങ്ങ് ഈ പറയുന്ന സർവശ്രേഷ്ഠൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ 3 ശ്ലോകങ്ങൾ 10, ഈ പറയുന്ന 9, 10, 11 ആ ശ്ലോകങ്ങൾ അവിടെ ഈ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് ദേവീഭാഗവത്തിലൊരു കഥാപാത്രം ഗൗതമൻ എന്ന് പറയുന്ന ഋഷിശ്രേഷ്ഠൻ ഗായത്രി മന്ത്രനിഷ്ണാതനാണ് എന്ന് അവിടെ പറയുന്ന അദ്ദേഹം അതിൻ്റെ തപശക്തി കൊണ്ട് ഈ പറയുന്ന അക്ഷയപാത്രം സമ്പാദിച്ച് ആ അക്ഷയപാത്രത്തിൻ്റെ കനിവ് കൊണ്ട് ദുർഭിക്ഷമായിരിക്കുന്നൊരവസ്ഥയിൽ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ പൂറ്റി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അങ്ങനെ ബ്രാഹ്മണന്മാരെല്ലാവരും തന്നെ പട്ടികളിൽ നിന്ന് രക്ഷപ്പെട്ട് ആ കാലാവസ്ഥ മാറിയപ്പോൾ ഇദ്ദേഹത്തെ തിരിഞ്ഞ് കടിക്കുന്ന, അതായത് കൃതജ്ഞത ഒട്ടുമില്ല എന്ന് മാത്രമല്ല കൃതജ്ഞതയുടെ പര്യായപദമായിട്ട് അവർ മാറുന്ന രംഗം. അപ്പോൾ വരണ്ടുപോയൊരവസ്ഥയിൽ രക്ഷപ്പെടുത്തിയാൽ പോലും തിരിച്ചു കിട്ടുന്ന കൂലി അവിടെ ഗൗതമന് കിട്ടിയതും ഗൗതമന് വാസ്തവത്തിൽ ഒരു പശുവിനെ കൊന്നു എന്നിങ്ങനെ ദുഷ്ടം അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ കള്ളക്കഥയെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹം ശപിക്കുന്ന ബ്രാഹ്മണന്മാരെ. അത് ദേവീഭാഗവത്തിലെ പ്രധാന കഥാഗോളമാണ്. അത് ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അപ്പം ഇതെല്ലാം തന്നെ ഇവിടെ വരുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നേടാം. ദുർഭിക്ഷത അല്ലെങ്കിൽ ഈ പറയുന്ന വരണ്ട അവസ്ഥ ഇതിന് അറുതി വരുത്താനായിട്ട് ഈശ്വര അനുഗ്രഹം മതി എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഗായത്രി മന്ത്രം, തന്മൂലം കിട്ടുന്ന അക്ഷയപാത്രം, അതിലൂടെ നമുക്ക് കിട്ടുന്ന അനാദികൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ദാരിദ്ര്യമെല്ലാം തന്നെ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന്. ഇന്ന് വാസ്തവത്തിൽ അതിനൊന്നും ആരും ശ്രമിക്കുന്നില്ല. ജപവും ധ്യാനമൊന്നുമില്ല. എല്ലാവർക്കും വാസ്തവത്തിൽ കുറേ പൂജയും അതും ഇതൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കും കിട്ടണം പണം. ഞാൻ ഇത് ആവർത്തിച്ച് പറഞ്ഞ് ഞാൻ മടുത്തു. പക്ഷെ അതല്ലാതെ യാതൊരു മനമാറ്റവും ഇപ്പോഴും വരുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് മന്ത്രം, എന്തിനു വേണ്ടിയിട്ടാണ് തന്ത്രം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഉപാധികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ എല്ലാ തരത്തിലും പ്രജാക്ഷേമതൽപരന്മാരായിട്ടുള്ളവര് ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ട് നാടിന് ഐശ്വര്യം വേണമെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചേ മതിയാകൂ. അത്തരത്തിലാണ് ഇദ്ദേഹവും ചെയ്യാൻ പോകുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായിരിക്കുന്ന രംഗത്തേക്ക് നമ്മൾ കടക്കുന്നു. പൃഥുഭൂപൻ പ്രജകൾ തൻ ദൈന്യമേവം ശ്രവിക്കവേ ചിരം ചിന്തിച്ചറിഞ്ഞാൻ ആ ദൈന്യഹേതു കുരുദ്വഹ. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? രാജശ്രേഷ്ഠനായിട്ടുള്ള പൃഥു അതിങ്ങനെ വാസ്തവത്തിൽ ആലോചിച്ച് ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ചിന്തിച്ചുറപ്പിച്ചു. എന്താ അദ്ദേഹം ചിന്തിച്ചത്? കർത്തവ്യം കണ്ടറിഞ്ഞാശു, എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഒരു രാജാവ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ. അദ്ദേഹം ഇപ്പം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഭരണകർത്താക്കൾ എന്താ ചെയ്യേണ്ടത്. കർത്തവ്യം കണ്ടറിഞ്ഞാശു വില്ലേന്തി ത്രിപുരാരി പോൽ ക്രുദ്ധനായി ഭൂമി തന്നാർക്ക് തൊടുത്താൻ സായകം നൃപൻ. അമ്പും വില്ലുമേന്തിയിരിക്കുന്ന ഈ രാജശ്രേഷ്ഠൻ ഭൂമിദേവി ഇത്രമാത്രം നിഷ്കരണമായിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് ഇവളെ ഇല്ലാതെയാക്കണം, ഭസ്മമാക്കണം, ഭൂമിദേവിയെ കൊന്നുകളയണമെന്ന് കരുതിയിട്ട് അമ്പും വില്ലും എടുത്ത് വില്ല് തൊടുത്തു. ഈ അമ്പും വില്ലും എടുത്തുകൊണ്ട് വില്ല് തൊടുക്കുന്ന രംഗങ്ങൾ പലയിടത്തും കാണാം. അക്കൂട്ടത്തിലാണല്ലോ പരീക്ഷത്തിന് നമ്മൾ ആദ്യം കണ്ടത്. ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ തരാതിരിക്കുമ്പോൾ അവരെ വാസ്തവം ചോദ്യം ചെയ്യുന്ന രീതിയാണ്. അത് അത്തരത്തിൽ ഭൂമിദേവിയെ ചോദ്യം ചെയ്യാനായിട്ട് തയ്യാറെടുത്തു എന്ന്. അമ്പും വില്ലും രാജകീയ ചിഹ്നങ്ങളാണ്, ശത്രുവിനെ സംഹരിക്കാനുള്ളതാണ്. നമുക്ക് കിട്ടേണ്ടതെല്ലാം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അമ്പ് എയ്തിട്ട് വാസ്തവത്തിൽ കൊല്ലുക മാത്രമല്ല, അതിലൂടെ ഒഴുക്കി നമുക്ക് മധു എടുക്കാം. മധു അമ്പ് എയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കിട്ടേണ്ടത് ശത്രുവിൻ്റെ നാശം മാത്രമല്ല, ശത്രുവിൻ്റെ നാശം ഇതിൻ്റെ ഒരു വശമാണെങ്കിൽ കൂടി നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്ത് ചെന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും തോണ്ടിയെടുക്കണമെങ്കിൽ അതും ഈ അസ്ത്രമെയ്ത്ത് തന്നെയാണ്. അസ്ത്രമെയ്ത്ത് പല പല കഥകളിലൂടെ നമുക്ക് പിന്നാലെ ചിന്തിക്കാം. അപ്പോൾ എല്ലാ തരത്തിലും അസ്ത്രമെയ്ത് കൊണ്ട് നമുക്ക് ലക്ഷ്യത്തിലെത്താം എന്ന വേറൊരു പൊരുൾ. അത്തരത്തിൽ ലക്ഷ്യത്തിലെത്തിയിട്ട് അവിടെ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന മധു നുകരാനും സാധിക്കും. ഇതെല്ലാം തന്നെ ചിന്തിച്ചുകൊണ്ട് വേണം. അമ്പും വില്ലും എടുത്ത് നിൽക്കുന്ന രാജശ്രേഷ്ഠനെ കണ്ടു. പേടിച്ച രണ്ട് ഭൂമിദേവി
അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴുന്ന രംഗമാണ് അടുത്ത ദിവസത്തെ നമുക്ക് ചിന്താവിഷയം. ഇവിടെ എല്ലാം തന്നെ പൃഥ്വി എന്ന് പറയുന്ന ഭൂമിക്ക് നാമകരണം ചെയ്ത അതിശ്രേഷ്ഠനായിരിക്കുന്ന പൃഥു എന്ന് പറയുന്ന ഈശ്വരാംശം, അവതാര സ്വരൂപം, അദ്ദേഹത്തിൻ്റെ ആ ഭരണരീതി എപ്രകാരമാണ് ഭൂമിയെ നല്ല രീതിയിലാക്കുന്നത് എന്നുള്ളത് നാം പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഭൂമിയെ വാസ്തവത്തിൽ ഭരിക്കുന്ന ഭൂമിപന്മാരാണ് ഇവരെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും ആ ഭൂമിയെ നിലയ്ക്ക് വേണ്ട രീതിയിൽ ആക്കി തീർക്കാനായിട്ട് ഒരു ശ്രമവും നടക്കുന്നില്ല. അതിനെ നിരപ്പാക്കുക, അവിടെ കൃഷി ചെയ്യുക. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പത്രത്തിൽ ഇങ്ങനെ വാർത്ത വരാൻ വേണ്ടിയിട്ടോ പേരെടുക്കാൻ വേണ്ടിയിട്ടോ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന രീതിയല്ലാതെ സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് ഭൂമിയെല്ലാം തന്നെ നല്ല രീതിയിലാക്കിക്കൊണ്ട് അതൊരു വിളനിലമാകണം, അവിടെ നിന്ന് നല്ലൊരു ഹാർവെസ്റ്റ് കിട്ടണം എന്നുള്ള രീതിയിലേക്ക് ആരും തന്നെ പ്രവർത്തിക്കുന്നില്ല. പ്രജകളുമില്ല, ഭരണകർത്താക്കളുമില്ല. അതേ രീതിയിൽ നമ്മൾ മാറിക്കഴിഞ്ഞു. ഈ സന്ദർഭത്തിലാണ് പൃഥുവിൻ്റെ കഥ എത്രമാത്രം പ്രചോദനം നമുക്ക് നൽകുമെന്ന് അടുത്ത ദിവസം നമുക്കൊന്ന് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ.